ക്യാമറ ഓൺ ചെയ്യാൻ പറയുന്നത് ഓക്കെ. ക്യാമറ ഓൺ ചെയ്യാൻ പറയുന്നത് നമുക്കിത് എഫക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിലാ റോഫ് സാറ്. ഓക്കെ. സജന മാം മാത്രം ഒന്ന് ചെരിഞ്ഞിട്ടുണ്ട്, എന്താന്ന് അറിയില്ല. ചിരിക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ചെരിഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ല. ഓക്കെ, എന്തായാലും അടിപൊളി. ഓക്കെ, താങ്ക് യു. എനിക്ക് കാണുന്നതാണോ എന്ന് അറിയില്ല. റോഫ് സാർ അതെ അങ്ങനെ അതെ തന്നെ അല്ലേ ഉള്ളേ? ചെരിഞ്ഞായിരിക്കുന്നത്. അതെ അതെ അതുപോലല്ല, ഒരു ഇങ്ങനെ ചെരിഞ്ഞിരിക്കും ഒരു വശത്ത്. ജിഷ മാം ക്ലാസ് എടുത്തില്ല അതുപോലെ തന്നെ. ഒരു നേർച്ചക്കോയിനെ കിട്ടാൻ കാത്തിക്കുന്നല്ലേ? ചെരിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ജിഷ മാം ചെരിഞ്ഞതുപോലെ. അതെ അതെ. ഷജിലോമൊക്കെ ഒരുങ്ങി റെഡി ആയിട്ടിരിക്കുന്ന ഷജിലോമൊക്കെ നോക്ക്, രാവിലെ മേക്കപ്പ് ഒക്കെ ചെയ്ത്. ഇന്നലെ വേറൊരാളുണ്ടായിരുന്നല്ലോ രാവിലെ ചിരിക്കാൻ വേണ്ടി, ഇന്നലെ റെസ്റ്റ് എടുത്ത് പോയ ഒരു കല്ലിങ്കൽ അല്ലെ? ശരിയായി. ജിനീഷ്. ശരിയായി. റെഡിയാണ് റെഡിയാണ്. ജിനീഷ് കല്ലിങ്കൽ. അതെ അതെ. ജിനീഷ് കല്ലിങ്കലിനെ കാണുന്നില്ല. അവിടെ തിരിഞ്ഞു നിപ്പോഴും ബുക്ക് വായിക്കുന്നു. ഓക്കെ, എന്നാലും കുറെ ആള് ക്യാമറ ഓൺ ചെയ്യാനുണ്ടല്ലേ? ക്യാമറ ഓൺ ചെയ്യുന്ന എന്തിനാ വെച്ചാൽ, അതെ അതെ, നമ്മുടെ ഇന്നത്തെ ലോഫർ ലാബ്, അത് ഞാൻ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാലും ന്യൂ ജോയിനീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. എൻ്റെ പേര് സാഹിർ മുഹമ്മദ്. ഞാൻ കാസർഗോഡ് ജില്ലയിലാണ്. ട്രെയിനറായിട്ട് അതുപോലെ തന്നെ കൗൺസിലറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഇന്റർനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് സൂമിലൂടെ ഒരു ചിരിക്കാനുള്ള ഒരു സമയം, എപ്പോഴും നമ്മൾ കുറെ കോണ്ടന്റ് കൊടുക്കുന്നു, നല്ല നോളജ് കൊടുക്കുന്നു അല്ലെ? എപ്പോഴും നോളജ് കൊടുക്കുന്നു, അതിനെക്കുറിച്ച് ഷെയർ ചെയ്യുന്നു, സംസാരിക്കുന്നു. അതൊരു ഭാഗത്ത് നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും ക്യാമറ ഓഫ് ചെയ്ത് ഇങ്ങനെ കേൾക്കാണ്. അത് എങ്ങനെയാണ് കേൾക്കുന്നതെന്ന് ക്ലാസ് എടുക്കുന്ന ഒരാൾക്കും അറിയില്ല. ഒന്നുകിൽ ബെഡിന്റെ അടുത്ത് വെച്ചിട്ട് ഏതായാലും സംസാരിക്കട്ടെ എന്ന് അവിടെ വെച്ച് കേൾക്കുന്നതാണോ, അതോ മറ്റേതെങ്കിലും രീതിയിൽ കേൾക്കുന്നതാണോ, അല്ല കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്ത് കേൾക്കുന്നതാണോ, റൌഫ് സാറൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് നടന്നു വരുമ്പോ അമേരിക്കയുടെ തെരുവീതിയിലൂടെ നടന്നു വരുമ്പോൾ കേൾക്കുന്നതാണോ, ഇതൊന്നും അറിയില്ല. സോ ക്ലാസ് നടക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച ഒരു വെറൈറ്റി ആയിട്ട് നമുക്കൊരു ലാബ് സെറ്റ് ചെയ്യാം, ഒരു ലോഫർ ലാബ്. നമുക്ക് റൂഫ് സാർ പോയല്ലോ, ക്യാമറ ഓഫ് ചെയ്ത് ഇരിക്കാൻ പോയതാ. ക്യാമറ ഓഫ് ചെയ്ത് ഇരിക്കരുത് കേട്ടോ. അത് നിങ്ങൾ ചിരി കണ്ടിട്ടാണ് അടുത്ത ആള് ചിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ ചിരി എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് എപ്പോഴും ആവശ്യമാണ് അല്ലേ? ചിരിക്കാത്ത മുഖം ശരിക്കും വിഷാദമുള്ള മുഖം പോലെ ആയിരിക്കും. എല്ലാ സ്ഥലങ്ങളിലും ചിരിയുണ്ട്. ഒരു മരണ വീട്ടിലും ചിരിയുണ്ട്, മരണ വീട്ടിലും ചിരികളുണ്ട് അല്ലെ? മരണ വീട്ടിൽ ചിരി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സ്ഥലത്ത് മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കൈയൊക്കെ കാണിച്ചിട്ട് ഹൈപ്പേ എപ്പോഴാ മരിച്ചേ, എപ്പോഴെടുക്കും ബോഡി, അങ്ങനെയാണോ മരണ വീട്ടിലെ ചിരി? അല്ല. ഇപ്പൊ ആരെങ്കിലും ഒരാൾ മരിച്ചു, ഞാൻ എവിടെ എത്തിപ്പെട്ടു, സ്വാഭാവികമായിട്ടും ഞാൻ സജന മാമിനെ കാണുകയാണ്. സജന മാമിനെ കാണുമ്പോൾ ഞാൻ ഒരു ലൈറ്റ് പുഞ്ചിരി ഞാൻ കൊടുക്കൂലേ? അല്ല, ഞാൻ എങ്ങനെയാണോ ഉണ്ടാവും, ഒരു ലൈറ്റ് പുഞ്ചിരി അല്ലെ? മരിച്ചവരെന്തായാലും മരിച്ചു എന്ന് കരുതി എന്റെ പുഞ്ചിരി മാറുമോ? ചിരികൾ പലതരം ഉണ്ട്. പുഞ്ചിരി ഉണ്ട്, പൊട്ടിച്ചിരിയുണ്ട്, അട്ടഹാസമുണ്ട്. ചില ആൾക്കാരെ ചിരി കേട്ട് കഴിഞ്ഞാല് നമ്മൾ ചിരിച്ചു പോകും. എന്താന്ന് നമുക്ക് കഥ അറിയൂല അല്ലെ? ചില ആൾക്കാർ മുഖം നോക്കി കഴിഞ്ഞാൽ അവർ ചിരിക്കുന്ന കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിരിച്ചുകൊണ്ടേയിരിക്കും. ജിഷ മാം ഇപ്പോഴേ ചിരിക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ എനിക്ക് ചിരി വരാണ്. ഇത് ഇപ്പൊ എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണമല്ലോ. ഓക്കെ. അപ്പൊ ചിരി തെറാപ്പി എന്ന് പറയുന്നത്, ലോഫിംഗ് തെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാരനായ മെഥൻ കച്ചാരിയാണ് അത് കണ്ടുപിടിച്ചത്. ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും മാനസിക സമ്മർദ്ദം അതുപോലെ തന്നെ ശാരീരിക വ്യവസ്ഥകൾ എല്ലാത്തിനും ഒരു പരിഹാരമാണ്. ഇതിന് ഡോസേജ് ഇല്ല, ഇതിന് ഇത്ര ഡോസേജ് ഇല്ല, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഡോക്ടർ എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് മെഡിക്കലിൽ പോയിട്ട് വാങ്ങാനും കിട്ടൂല. ഇത് ഞാൻ തീരുമാനിക്കണം എന്റെ മുഖത്ത് ചിരി വരണോ വരണ്ടേ എന്നുള്ളത്. അല്ലാതെ മറ്റൊരാൾ തീരുമാനിക്കും നാളെ മുതൽ 3 നേരം ചിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിക്കുവോ? ചിലപ്പോ അത് സ്ഥിരം ചിരിക്കുന്ന ഒരാൾ ഒരു ഡോക്ടർ എഴുതി കൊടുത്തതിന്റെ പേരിൽ തീരെ ജീവിതത്തിലെ ചിരി ഉണ്ടാവില്ല, ചിരി തന്നെ മാഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ ചിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇനി നമുക്ക് ചിരി വരുന്നില്ല, ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന തെറാപ്പിക്ക് ഒരു രീതിയിലും ചിരി വരുന്നില്ല, എന്നാൽ ചിരി നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കി ചിരിക്കുക, അങ്ങനെയില്ലേ? ചില ആളെ കാണുമ്പോൾ നമ്മൾ
ചിരിക്കാനല്ല, എനിക്കാണെങ്കിൽ തീരെ പറ്റൂല, എനിക്ക് ഇവനെ പറ്റൂല. എന്നാലും വെറുതെ ഒരു ആ ഉള്ളിലിങ്ങനെ പറയും, പണ്ടാരക്കാരി ഇവിടെ ഉണ്ടായിരുന്ന സുഖായിരിക്കുന്ന. ഇത് ഇപ്പുറം തിരിഞ്ഞിട്ട് രണ്ട് കുറ്റവും പറയും ല്ലേ? അങ്ങനെ ചിരിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി ചിരിക്കുക, ആർട്ടിഫിഷ്യൽ ചിരി കൊണ്ടുവരിക, എന്നാലും അത് എഫക്ട് ചെയ്യും. പിന്നീട് അത് അടിപൊളി ചിരിയിലേക്ക് നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പൊ ക്യാമറ ഓൺ ചെയ്തവര് ക്യാമറ ഓൺ ചെയ്ത് തന്നെ വെക്കുക. നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യുക. ഭയങ്കര ഓഫറാണ് ഇന്ന് നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്യുക. സാധാരണ മ്യൂട്ട് എന്ന് പറയുന്നിടത്ത് ഇന്ന് നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം. എന്തിനാണെന്നറിയോ? നിങ്ങൾ ചിരി കേൾക്കണമല്ലോ, പലതരം ചിരി. എന്റെ ചിരിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ അത്രയും തല്ലിപ്പൊളി ചിരിയാണ്. പക്ഷെ ഇതിനകത്ത് എന്റെ ശബ്ദം പോരാ, അല്ലെങ്കിൽ എന്റെ ഗ്ലാമർ പോരാ നോക്കരുത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചിരിക്കുന്നതിന് നമ്മുടെ സ്റ്റൈല് നോക്കരുത്. എന്റെ ഈ സൈഡാണ് ചിരിക്കുമ്പോൾ കൂടുതൽ ഭംഗി, അല്ലെങ്കിൽ ഞാൻ ഫ്രണ്ടിൽ നിന്ന് ചിരിക്കുമ്പോഴാണ് കൂടുതൽ. അർച്ചന മാം ഒക്കെ 4:30 അലാറം വെച്ചിട്ട് വന്നതാണ്. 1 മണിക്കൂർ യോഗ ഒക്കെ കഴിഞ്ഞിട്ടാണ് അർച്ചന മാം വന്നത്. ആ ഓക്കെ, ഹായ് അറിയും. അപ്പോ ഇവിടെ നമുക്ക് എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ലോഫർ ലാബ് നമ്മളിവിടെ ഒരു പരീക്ഷണം പോലെയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ? അഥവാ സൂമിലൂടെ നമുക്ക് ഒരു രാവിലെ 5:30 ചിരിക്കാൻ പറ്റും. ഞാൻ ഏതായാലും രാവിലെ വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോ ചിരിയൊക്കെ കേൾക്കും. ഞാൻ എയർപോർട്ട് വെച്ചതുകൊണ്ട് എന്റെ ചിരി മാത്രമേ ഇവര് കേൾക്കുള്ളൂ. ഒന്നും സംഭവിച്ചതല്ല, ആരും മുകളിലേക്ക് കയറി വരേണ്ടതില്ല, ഇതൊരു ക്ലാസ് ആണെന്ന് ഞാൻ കൃത്യമായിട്ട് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളെല്ലാരും പറഞ്ഞിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. കാരണം ചിലപ്പോ നിശാമിന്റെ ചിരിയൊക്കെ ഇപ്പൊ കാണുമ്പോ തന്നെ തോന്നാണ്, തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ ചാവി തിരിച്ച മാതിരി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാല് വീട്ടുകാരപ്പൊ തന്നെ 112 വിളിക്കും. സോ നിങ്ങളെല്ലാരും പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. സോ അത് നമുക്ക് ജസ്റ്റ് വാമപ്പ് ആണ് കേട്ടോ. വാമപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോർമലി നമ്മളിപ്പോ ഇപ്പോ മെഡിറ്റേഷൻ ചെയ്തു, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. പ്രത്യേകിച്ച് മോർണിംഗ് സർക്കിളിൽ കയറിയ ഒരാൾ അത് മറക്കൂല. എന്നാ ഇവിടെ ഒരു വെറൈറ്റി ഉണ്ട്. ബ്രീത്ത് ഇൻ എന്ന് പറയുമ്പോൾ നമ്മള് നോർമലി സ്മൈൽ ചെയ്തുകൊണ്ട് ബ്രീത്ത് ഇൻ ചെയ്യുക. ജസ്റ്റ് സ്മൈൽ ഇട്ടോ. അഥവാ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, റെഡിയാണോ? ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് സ്മൈൽ ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട്, അഥവാ സൗണ്ട് വരണം. അൺമ്യൂട്ട് ചെയ്തിട്ട് ചിരിക്കാൻ പറ്റുന്നത് അൺമ്യൂട്ട് ചെയ്യുക. കാരണം ആ ചിരി കേട്ടിട്ട് ക്യാമറ ഓഫ് ആക്കിയവർ ചിരിക്കട്ടെ. അർച്ചന മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. ആരെങ്കിലും 1-2 പേര് അൺമ്യൂട്ട് ചെയ്താലല്ലേ പറ്റൂ. നിങ്ങൾ ഇപ്പൊ ചിരിക്കല്ലേ, നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഞാൻ എന്താ ചെയ്യാ? എനിക്ക് എന്നെ കാണുമ്പോൾ ചിരി വരും. സാറല്ല, ചിരിയാണല്ലോ നമ്മൾ പ്രധാനം. സാർ നിശാമ എന്നെ കാണുമ്പോ ചിരി വരുന്നോ? ഞാൻ അത്രയും കോമഡി പീസായോ? അങ്ങനെയല്ല, ആലോചിക്കുമ്പോ തന്നെ ചിരി വരികയാണ്, അത് പിടിച്ചിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ആലോചിക്കുമ്പോഴല്ലേ ഞാൻ വിചാരിച്ചു, ഞാൻ പഠിച്ചോ ഞാൻ ഇനി അത്രയും കോമഡി പീസായോ. സോ ഓക്കെ, നമുക്ക് ഏതായാലും ചെയ്തു നോക്കാം. ഓക്കെ, റെഡി റെഡി സെറ്റ്. ഓക്കെ, എല്ലാവരും ഇരുന്ന് ബ്രീത്ത് ഇൻ ചെയ്യാം. സ്മൈൽ ചെയ്തിട്ട് നമ്മുടെ മൗത്തൊക്കെ വായൊക്കെ അടച്ചു പിടിച്ചിട്ട് മൂക്കിലൂടെ ശ്വാസം സ്മൈൽ ചെയ്തുകൊണ്ട് മുകളിലേക്ക് എടുക്കാം. ഓക്കെ, എല്ലാരും ചെയ്യും, നമുക്ക് ഒപ്പം ചെയ്യാം. ഡീപ് ബ്രീത്ത് എടുത്താൽ അവിടെ സ്റ്റക്ക് ആവും. ഡീപ് ബ്രീത്ത് വേണ്ട, ജസ്റ്റ് ഒരു 4 സെക്കൻഡ് ബ്രീത്ത് ഇൻ ഹോൾഡ് ചെയ്യേണ്ട. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ട്, ശബ്ദത്തിൽ ചിരിച്ചുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇത് സംഭവം ഞാൻ ആർട്ടിഫിഷ്യൽ അല്ല, എനിക്കിപ്പോ ചിരി വരാൻ തുടങ്ങി. സോ നമുക്ക് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്മൈൽ മാത്രം, സൗണ്ട് വരാതെ. ഐസ് ക്ലോസ് ചെയ്യണോ? വേണ്ട വേണ്ട, ഐസ് ക്ലോസ് ചെയ്ത് കാണൂലല്ലോ. ഇവിടെ മെഡിറ്റേഷൻ അല്ല, അതിന്റെ ഒരു ഭാഗമാണ്. ഐസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർ കാണണ്ടേ. ഓക്കെ, ജസ്റ്റ് ബ്രീത്ത് ഇൻ, സ്മൈൽ ചെയ്തിട്ട് പല്ലൊന്നും കാണണ്ട, വായ തുറക്കരുത്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ പല്ലാണ്, വായ തുറക്കണം. ഓക്കെ, ഇതാ ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം. ബ്രീത്ത് ഇൻ. ചെയ്യമാരെ സാർക്ക് ഭയങ്കര ശരിയാ. സാറേ, നിങ്ങളൊക്കെ ചിരി
അൺമ്യൂട്ട് മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ സംസാരം ചെയ്യരുത്. അല്ല, കാണുമ്പോ തന്നെ ചിരി വരികയാണ്. എങ്ങനെ ചെയ്യാന്ന് ആലോചിക്കാണ്. നിങ്ങൾ ചെയ്തോളൂ അങ്ങനെ തന്നെ. എന്തായാലും ചിരിക്കുക, ബ്രീത്ത് എടുക്കാൻ മറക്കൂലല്ലോ, ബ്രീത്ത് ഔട്ട് ചെയ്യാനും മറക്കൂല. സോ എന്തായാലും നമ്മൾ ജീവനോടെ കിട്ടും. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. ബ്രീത്തിങ് നല്ല ചിരിച്ചുകൊണ്ട് സ്മൈൽ ചെയ്യുന്നുണ്ട്. അടിപൊളി. ഓക്കെ ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. ഒരു 3 പ്രാവശ്യം നമുക്ക് ചെയ്യാം. എല്ലാരും അങ്ങോട്ട് ഓക്കെ, ജിഷ മാം കാസറ്റ് പിടിക്കാൻ പോലെ ഉണ്ട്, സ്ഥലം മാറിയിരിക്കണം. ഓക്കെ, ഒരു വട്ടം കൂടി ചെയ്യാം കേട്ടോ, 3 വട്ടം ചെയ്യാം. ഓക്കെ, ഒന്നുകൂടി സ്മൈൽ. ഓക്കെ ഓക്കെ, ഇതാണ് നമ്മൾ നോർമൽ വാമപ്പ് സ്മൈൽ എന്ന് പറയുന്നത്. വാമപ്പ് ആണ് ഇവിടെ നടന്നത്, ജസ്റ്റ് വാമപ്പ് മാത്രം. അതാ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഇപ്പൊ ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് ക്യാമറ ഓൺ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ ചിരി കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? മറ്റുള്ളവരെ ചിരി കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ചിരിക്കാൻ തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ചെയ്തതിലല്ല കേട്ടോ എനിക്ക് ചിരി വരുന്നത്, ഞാൻ നിങ്ങളുടെ ചിരി കാണുമ്പോൾ എനിക്ക് ചിരി വരും. അതാണ് നമ്മുടെ ക്യാമറ ഓൺ ചെയ്തതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അതെ, അതിനെങ്ങനെ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് മേക്കപ്പ് ഇട്ടില്ല, അല്ലെങ്കിൽ ഞാൻ കുളിച്ചില്ല, അല്ലെങ്കിൽ എന്റെ ചിരി, അതൊന്നും നോക്കണ്ട. നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യുക, ചിരിക്കുക. ചിരിക്കാൻ കിട്ടുന്ന അവസരമൊക്കെ നിങ്ങൾ മുതലെടുക്കുക. ഓക്കെ, സെക്കൻഡ് വൺ, അതിന് നമ്മൾ അടുത്ത നോക്കുന്നത് മൊബൈൽ ഓഫാണ്. മൊബൈൽ ഓഫ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ അഭിനയിക്കുക, ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്യാം, ഓൺ യുവർ ചോയ്സ്. ജസ്റ്റ് മൊബൈൽ എടുക്കുക, മൊബൈൽ ഇല്ലെങ്കിൽ മൊബൈൽ എടുക്കുന്നത് പോലെ നിങ്ങൾ ആക്ട് ചെയ്യുക. എന്നിട്ട് ആരെങ്കിലും ഒരു സുഹൃത്തിനെ വിളിച്ച് സംസാരിക്കുന്നു പരസ്പരം. ഞാൻ ഏതായാലും റോഫ് സാറിനെ വിളിച്ച് സംസാരിക്കാൻ പോവാണ്. നമ്മൾ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ ചിരിക്കാം. ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് കോൾ ചെയ്യാം. എന്നാല് അതല്ല നല്ലത്. മോർണിംഗ് സർക്കിളിൽ എപ്പോഴും നമ്മൾ മെസ്സേജ് അല്ല അയക്കുന്നത്, ഗ്രൂപ്പ് കോൾ ചെയ്യാം അല്ലേ? ഓക്കെ, ഇന്ന് നമുക്ക് ഗ്രൂപ്പ് കോൾ ചെയ്താല് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമോ? അല്ല, ഗ്രൂപ്പ് കോൾ അല്ല, ആക്ടിങ് മാത്രമേ ഉള്ളൂ, കോൾ ചെയ്യരുത്. 5:30 ഉറങ്ങിക്കിടക്കും. 5:30 ഉറങ്ങിക്കിടക്കുന്ന ഒരു കോൾ ചെയ്താൽ ഇനി ആ ഗ്രൂപ്പ് തന്നെ ലെഫ്റ്റ് അടിച്ചാളിയോ? ഇല്ല, നമ്മൾ ജസ്റ്റ് മുഖത്ത് ചിരിയൊക്കെ മാഞ്ഞു. ഇങ്ങനെയാണ് കോൾ ചെയ്തത്. ഓക്കെ, ജസ്റ്റ് നമ്മൾ കോൾ ചെയ്യുന്ന പോലെ ആക്ട് ചെയ്യാം. ജസ്റ്റ് മൊബൈൽ ഇല്ലെങ്കിൽ കൈ വെച്ചിട്ട് നമ്മള് ജസ്റ്റ് നമ്മളെ കൈയൊക്കെ ഒന്ന് അനങ്ങട്ടെ. എപ്പോഴും ഇങ്ങനെ കൈക്കൊരു ഒരു എക്സസൈസ്. അത് പോരാ, ഇങ്ങനെ തന്നെ വെക്കണം. മൊബൈൽ എങ്ങനെയാണ് കോൾ അതുപോലെ വെക്കണം. അപ്പൊ നമുക്ക് ആരെ കുറിച്ച് ചർച്ച ചെയ്യാം? കല്ലിങ്കൽ ജിനീഷിനെ കുറിച്ച് ചർച്ച ചെയ്യാം. പ്രശ്നമുണ്ടോ? ആരാണ് പ്രശ്നമുണ്ടോ? ലിഫ്ന മാം ആണോ? പ്രശ്നമുണ്ടോ? പ്രശ്നമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, എന്റെ ഹസ്ബൻഡ് കേൾക്കുന്നുള്ളൂ. ലിഫ്ന മാമിന്റെ തട്ടത് മൊത്തത്തില് വരുമോ? കുഴപ്പമില്ല. ഓക്കെ, എന്നാ പിന്നെ നിസാർ സാർ ഇപ്പൊ ലൈനിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കേറണമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, എന്നാലും നമുക്ക് ഏതായാലും മൂപ്പരനാവട്ടെ അല്ലേ, ലിഫ്ന മേമനാവട്ടെ. കേസ് എനിക്ക് തരണ ലിഫ്ന. ഓ യാ മാം, ഓഫ് കോഴ്സ്. ഇപ്പൊ അതായല്ലേ, ഇപ്പൊ ഇന്നെങ്ങനെയും കുടുക്കിയിട്ട് നിങ്ങൾക്കൊക്കെ നന്നാവാനല്ലേ? ഓക്കെ, അപ്പോ ജസ്റ്റ് ഫോൺ ചെയ്യാനേ. എല്ലാരും ഫോൺ നിർത്തി ചെവിക്ക് വെക്ക്. ഫോണ് വേണ്ട, കൈ വെച്ചാ മതി. വെക്ക്. അർച്ചന മാം ചിരിക്കണ്ട, കൈ വെക്ക്. അപ്പോഴേ സുഖായിരിക്കുന്ന. ഇന്നലെ കുറെ കാലമായിട്ട് ഈ കല്ലിങ്കൽ ജിനീഷിന്റെ പേരാണെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച് സാധാരണ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു തൊഴിലുണ്ടാവുമല്ലോ. ഞാൻ വിചാരിച്ചു ഏതോ കല്ല്, നമ്മുടെ നാട്ടിൽ എങ്ങനെ സാധാ ചെങ്കല്ലിനെ കല്ല് എന്നാ പറയാ. അപ്പൊ ഞാൻ വിചാരിച്ചു കല്ലിന്റെ പണയൊക്കെ നടത്തുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിട്ട് കല്ല് ജിനീഷ്. സത്യത്തിൽ അങ്ങനെ ഞാൻ ചെയ്യാം. അപ്പൊ എഴുതിയപ്പോ അങ്ങനെ എന്തൊരു സംഭവമാണെന്ന് ഞാൻ എന്റെ സിൻസിയർ ആയിട്ട് പറയാം കേട്ടോ. ഞാൻ വിചാരിച്ച അങ്ങനെയാണ്. എല്ലാവർക്കും സൈക്കോളജി ഫീഡ്ബാക്ക് ഉണ്ടാവാലോ, പ്രശ്നമില്ലല്ലോ, അപ്പൊ ബിസിനസ് ആവാലോ. അപ്പൊ ഞാൻ വിചാരിച്ചു കല്ലിന്റെ എന്തോ പണി ഒരാളാരോ ഇതിനകത്തുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണ് ഈ കല്ലിങ്കൽ ജിനീഷ് എന്നുള്ള പേര് വന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ സത്യത്തില് ആ പേര് കേട്ടപ്പോ ഇന്നലെ നമ്മൾ കുറച്ച് സമയം ചിരിച്ചു അല്ലെ റോഫ് സാറെ? അത് അടിപൊളിയായിട്ടില്ലേ? അതെ അതെ. ഓക്കെ, ഇതാണ് നമ്മുടെ മൊബൈൽ ഓഫ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ മൊബൈൽ വെച്ചിട്ട് ചിരിക്കുക. ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാട്ടെ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വീട്ടിൽ നിന്ന്
എന്തെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ്, ഒരു ഭയങ്കര വിഷമമുണ്ട് നമുക്ക്, ആ വിഷമം നമ്മൾ പറഞ്ഞു തീർക്കാം. എങ്ങനെ? നമുക്ക് ചിരിച്ചോണ്ട് പറഞ്ഞു തീർക്കാം. അത് പറ്റുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർച്ചന മാമിനെ കണ്ടാൽ മതി. ഒരു വിഷമം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് പുള്ളിക്കാരി ചിരിച്ചോണ്ടായിരിക്കും എടാ ഇന്ന് എന്താ ചെയ്യാ, ഞാനാണെങ്കിൽ ഇന്ന് ചെയ്തതൊക്കെ കോളായിട്ട്, എനിക്കാണെങ്കിൽ രാവിലെ ഡിപ്രഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് പാട്ട്. അപ്പുറത്ത് നിൽക്കുന്ന ആള് വിചാരിക്കും സത്യത്തിന് ഇവക്ക് എന്താ സംഭവിച്ചേ, ഫുൾ ടെൻഷൻ അല്ലേ, വിഷമല്ലേ, കരയാണാ? ലൈവിന്റെ ഇടയിൽ ചിരി വരില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അല്ലേ സാഹിർ സാറേ? മതി വാട്സ്ആപ്പ്, അല്ലെങ്കിൽ ആ സ്റ്റിക്കർ എങ്കിലും കണ്ടാ മതി. ഓക്കെ, നിങ്ങളിപ്പോ കരഞ്ഞത് ചിരിച്ചു കരഞ്ഞതാണോ അല്ല പറഞ്ഞതില് കരഞ്ഞാണോ? സങ്കടം എന്നെ കുറ്റം പറഞ്ഞതിന് സങ്കടം വന്നതാ. സങ്കടം വന്നില്ലേ? ഓക്കെ, അത് നമുക്ക് കേസ് വേറെ ആർക്കെങ്കിലും കൊടുക്കാം. അതെന്താ ഞാൻ കേസ് വെച്ചാ പോരെ? നിങ്ങളെ കേസ് വായിക്കുമ്പോ രസമല്ലല്ലോ. ഓക്കെ, അടുത്തത് സൈലന്റ് ഓഫറാണ്. അഥവാ ഇതിനകത്ത് എല്ലാവരും അൺമ്യൂട്ട് ചെയ്യണം കേട്ടോ. സൈലന്റ് ഓഫർ കഴിഞ്ഞിട്ട് അതിന്റെ ലൗഡ് ഓഫർ വരും. സൈലന്റ് ഓഫറിലും നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യുക എല്ലാവരും, പക്ഷെ സൗണ്ട് വരരുത്. അഥവാ ചിരി തുടങ്ങിയിട്ട് മെല്ലെ ചിരിച്ച് തുടങ്ങി വായി മൊത്തം തുറക്കണം, പക്ഷെ സൗണ്ട് വരരുത്. അങ്ങനെ ചില ആൾ ചിരിക്കുമ്പോ കാറ്റ് മാത്രം ഉണ്ടായില്ലേ? ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെ എന്റെ സൗണ്ട് വന്നിരുന്നോ? വന്നിട്ടില്ല. ആ, അതുപോലെ നിങ്ങളും ചെയ്യണം. ഓക്കെ, എല്ലാരും അൺമ്യൂട്ട് ചെയ്യും. റൌഫ് സാർ അൺമ്യൂട്ട് ചെയ്യും. നമുക്ക് നോക്കാം, സൗണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് വലിയ തെറ്റൊന്നല്ല, ഇതിനകത്ത് പ്രശ്നങ്ങളൊന്നും ആവൂല. ലോയർമാരൊക്കെ ഉണ്ടെന്ന് കരുതി കേസ് അങ്ങനെയൊക്കെ കണ്ടതിനൊക്കെ കേസ് എടുക്കുക, അതൊന്നും കുഴപ്പമില്ല. അൺമ്യൂട്ട് ചെയ്യും, എല്ലാരും അൺമ്യൂട്ട് ചെയ്യും. മുസ്തഫ സാറേ അൺമ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. ചെറിയ സ്മൈലിന്ന് തുടങ്ങുന്നു, വലിയ സ്മൈൽ ചെയ്യുന്നു, സൈലന്റ് ഓഫ് ആണ്, പക്ഷെ സൗണ്ട് വരൂല, ആ കാച്ച് മാത്രം. ഓക്കെ, എല്ലാവർക്കും ഒന്നിച്ച് ചെയ്യാം. വായ അർച്ചന മാം, ജിഷ മാം, അബീന മൻസൂർ മാം, എല്ലാരും വായ തുറക്കണം. നമുക്ക് നിങ്ങൾക്ക് വലിയ ഷവർമ റോളൊക്കെ ജംബോ റോളൊക്കെ തന്നെ നിങ്ങൾ തുറക്കൂലേ? തുറക്ക്. ഓക്കെ, മെല്ലെ തുടങ്ങിയിട്ട് നന്നായിട്ട്. ഓക്കെ, മെല്ലെ തുടങ്ങാം, നന്നായിട്ട് മെല്ലെ ചിരിച്ചിട്ട്. അർച്ചന മാം വായി തുറക്കൂ. നിങ്ങൾക്കൊക്കെ നമുക്ക് ദൈവം തന്നത് എന്താ? തുറന്ന് കാണിക്കാനല്ല, ഇത് തുറക്കാനും കൂട്ടാനും പറ്റുന്ന സാധനം. തിന്നുമ്പോ മാത്രമാണോ തുറക്കണ്ടേ? അല്ലല്ലോ, എല്ലാത്തിനും തുറക്കാം. സോ ഓക്കെ, ലെറ്റ്സ് പ്രാക്ടീസ്. ഓക്കെ, റെഡി? ഇതാ ഓക്കെ, ഇതാണ് സൈലന്റ് ഓഫ് എന്ന് പറയുന്നത്. അർച്ചന കൊന്നാല് വായി ഓർക്കൂലത്. ഇനി മോർണിംഗ് സർക്കിൾ വായി ഓർക്കട്ടല്ലേ? റൌഫ് സാറെ അവിടെ നമുക്ക് പൊങ്കാലിടണം. ഓക്കെ, അടുത്തത് സെക്കൻഡ് വൺ ലൗഡ് ഓഫർ ആണ്. ഇതിനകത്ത് സൗണ്ട് വരണം. ഓക്കെ, പരമാവധി ആൾക്കാർ ഒന്ന് 2-3 പേരെങ്കിലും അൺമ്യൂട്ട് ചെയ്യണം കേട്ടോ, കാരണം ആ സൗണ്ട് കേൾക്കണം. ചിലപ്പോ മാറ്റി വെച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്താ പറ്റി മൊത്തത്തിൽ ചിരിയാണല്ലോ എന്നെങ്കിലും കരുതട്ടെ. ഓക്കെ, അർച്ചന ഇതിന് എന്തായാലും അൺമ്യൂട്ട് ചെയ്യണം. ഞാൻ ഫുൾ ടൈം അൺമ്യൂട്ട് ആണ്. സൗണ്ട് ഒന്നും വരുന്നില്ലല്ലോ, ആക്ഷൻ മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, റെഡി? സജന മാം പോയോ? ഒളിച്ചിരിക്കുകയാണോ? ഓക്കെ, ചിരിച്ചിരിക്കുന്നുണ്ട്. നോക്കണേ, ഞാൻ മൊബൈലിനകത്താണ് ഓൺ ആക്കിയത് കൊണ്ടേ എനിക്ക് എത്ര പേര് ചിരിക്കുന്നുണ്ടെന്ന് കാണാൻ പറ്റൂല, മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്തത് ലൗഡ് ലോഫർ ആണ്. ലൗഡ് ലോഫർ എന്ന് പറഞ്ഞ എങ്ങനെ? ഷജീല മാമോ? ആ, ചിരിക്കുന്നുണ്ടല്ലോ, അത് മതി. അടുത്തത് ലൗഡ് ലോഫർ ആണ്. ലൗഡ് ലോഫർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചിരിച്ചതുപോലെ തന്നെ നമ്മുടെ സൗണ്ടോട് കൂടി ചിരിക്കാം. ഓക്കെ, ഇതിന്റെ എല്ലാം ഒരു എന്താ പറയാ, നമ്മുടെ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കേണ്ട സംഭവങ്ങളാണ്. കാരണം ചില സ്ഥലങ്ങളിൽ നമ്മൾ നല്ല ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയം പലപ്പോഴും ഡിപ്രഷൻ കുറയാൻ വേണ്ടിയിട്ട് സ്മൈൽ തെറാപ്പി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഡിപ്രഷൻ കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ചിരിക്കുമ്പോൾ ഇപ്പോ റൂമിൽ നിന്ന് ചിരിക്കുകയാണ്, മറ്റുള്ളവർ കേൾക്കണ്ടെങ്കിൽ നമുക്ക് സൈലന്റ് ഓഫർ ഉപയോഗിക്കാം. അഥവാ നമ്മളെ ടെൻഷനൊക്കെ ഇങ്ങനെ നമ്മൾ മാറ്റി മറിച്ചുകൊണ്ട് ഒന്ന് ബ്രീത്തിനൊക്കെ ചെയ്തിട്ട് മെല്ലെ ചിരിച്ചിട്ട് ഇങ്ങനെ വായ തുറ
ഇങ്ങനെ ചിരിക്കാം. അപ്പൊ പിന്നെ ആർക്കും പ്രശ്നമല്ലല്ലോ. അടുത്തത് ലൗഡ് ലോഫർ ആണ്. ഇത് നമുക്കൊരു ടീമിന്റെ കൂട്ടത്തിൽ ഇരുന്നിട്ട് നമുക്കൊരു പോസിറ്റീവ് സർക്കിൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചിരിക്കാം, അല്ലെ? ഇപ്പൊ നമ്മൾ ഇരിക്കും, നമ്മളെല്ലാവരും പോസിറ്റീവ് സർക്കിളാണ്. നമ്മൾ ഈ സർക്കിളിൽ ഇരുന്നിട്ട് നമുക്ക് ഒന്നും വേണ്ട, വെറുതെ ഒരു തമാശ പറഞ്ഞാൽ മതി, അല്ലെ? കാരണം നമുക്കറിയാം, ഇന്നലെ ഞാൻ എന്റെ സ്റ്റാറ്റസിൽ ഞാൻ എന്താക്കി, സ്മൈലിന്റെ ഒരു മ്യൂസിക് ആണ് കൊടുത്തത്. എന്റെ സ്റ്റാറ്റസ് കണ്ടവർക്കറിയാം. അത് കണ്ടിട്ട് എല്ലാരും ചിരി. എന്നിട്ട് അവരെന്നെ ചോദിക്കുന്നത്, ഇതൊക്കെ വർക്കൗട്ട് ആവോ സൂമിൽ? ഞാൻ പറഞ്ഞു, ഇപ്പൊ ചിരിച്ചോ? ഏതോ ഒരാള് ചിരിക്കുന്നത് കേട്ടിട്ട് നീ ചിരിച്ചെങ്കിൽ എന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചിരിപ്പിക്കും, പരമാവധി ഞാൻ ചിരിപ്പിക്കാൻ ശ്രമിക്കും, അല്ലെ? നിങ്ങൾക്ക് ബോറുണ്ടോ ചിരിക്കുമ്പോ? കുഴപ്പമില്ല, അടിപൊളിയല്ലേ? ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. അടുത്തത് ലൗഡർ ലോഫ് ആണ് കേട്ടോ. ഓക്കെ. അഥവാ ഇപ്പൊ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്തു, പക്ഷെ ശബ്ദത്തോടു കൂടി, പുഞ്ചിരിയിലും ചെറിയൊരു ശബ്ദമൊക്കെ വരും. അതിനുശേഷം നമ്മൾ പൊട്ടിച്ചിരിയിലും സൗണ്ട് വരും. റെഡി? പ്രാക്ടീസ് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. ഉണ്ടാക്കി അയ്യോ, അർച്ചന മാമിന് ചിരിയാണോ? എന്താ അർച്ചന പിന്നെ ചുമ്മാ എന്നെ നോക്ക ചിരിക്കുക ഒരു രസം. ഓക്കെ. ഇതാണ് ലൗഡർ ലോഫർ എന്ന് പറയുന്നത്. ഓക്കെ. അഥവാ ശബ്ദത്തോടു കൂടി ചിരിക്കുക. നമ്മളെ ശബ്ദത്തോടു കൂടി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പൊ നമ്മള് 3 ലോഫിങ് പഠിച്ചു, അല്ലെ? 3 അല്ല, 4, 5 ലോഫിങ് പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ. അടുത്തത് നല്ലൊരു കിടിലൻ ലോഫിങ് ആണ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി തരാം. ഓക്കെ. എല്ലാവർക്കും തരും. നിങ്ങൾ അത് ഉപയോഗിച്ച് വേണം ചിരിക്കാൻ. എങ്ങനെയാണെന്ന് അറിയാം? ചില്ലി ലോഫിങ് എന്ന് പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പച്ചമുളക് ഞാൻ തരും. നല്ല കാരമുള്ളതാണ്. നമ്മുടെ വീട്ടുവളപ്പിൽ ഉണ്ടായ സാധനമാണ്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും അത് ഞാൻ തരാൻ പോവാണ്. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പച്ചമുളക് കടിക്കാം. പച്ചമുളക് ജസ്റ്റ് കടിച്ചിട്ട്, കടിക്കുമ്പോ ഒരു എരിവ് ഉണ്ടാവൂലേ? അപ്പൊ ആ എരിവ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു, അല്ലെ? ചില എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? നിങ്ങൾക്ക് പച്ചമുളകിന്റെ എരിവ് എങ്ങനെയാണോ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ. ഇനി ചില ആൾ പറയും, ഞാൻ പച്ചമുളക് 5, 6 പച്ചമുളക് കഞ്ഞീന്റെ കൂടെ ഈസി ആയിട്ട് എനിക്കത് എരിവില്ല എന്ന് പറയും. പക്ഷെ ഇത് വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് എരിഞ്ഞേ പറ്റൂ, അല്ലെ? നിങ്ങൾക്ക് എരിഞ്ഞാൽ മാത്രമേ ഇത് വിജയിക്കുള്ളൂ. സോ എല്ലാരുടെ കയ്യിലും പച്ചമുളക് കിട്ടിയില്ലേ? ഇനി പച്ചമുളക് ജസ്റ്റ് ഒന്ന് കയ്യിലെടുക്കും. എല്ലാരും കയ്യിലെടുക്കും. എടുത്തോ? ഓക്കെ. പച്ചമുളക് കടിക്കാൻ നല്ല എരിവാണ്. നല്ല എരിവുള്ള മുളകാണ്. സാറേ, നല്ല എരിവുള്ള മുളകാണ്. ജസ്റ്റ് പച്ചമുളക് കടിക്കാൻ പോണം. മുസ്തഫ സാറേ, സജിന നമുക്ക് ഇങ്ങനെ ചാരി കണ്ടിട്ട് ഇരിക്കാണ്, ഷോ കാണാൻ വന്ന മാതിരി. പച്ചമുളക് എടുക്കുക മനുഷ്യ. സജിനാവിന് നാണക്കേട് വരുന്നുണ്ടോ? ചിരിക്കുന്നതിന്റെ എന്തിനാ നാണം? ഓക്കെ. പച്ചമുളക് എടുത്തിട്ട് നമ്മൾ കടിക്കാൻ പോണേ. ഞാൻ ജസ്റ്റ് ഡെമോ ചെയ്തുതരാം. പച്ചമുളകാണ് കടിക്കാൻ. ഇത്രയുണ്ടോ? ഇത്രയുണ്ടായതാ. ഇതാണ് ചില്ലി ലോഫിങ്. എല്ലാരും ട്രൈ ചെയ്യും. എന്റെ ചിരിയായിട്ട് നിങ്ങൾ ചിരിച്ചാൽ മാത്രം. നിങ്ങൾ ട്രൈ ചെയ്യും. മുസ്തഫ സാർ ഒന്ന് ട്രൈ ചെയ്യും. ജസ്റ്റ് ഒന്ന് ചില്ലി കടിക്കുക, അല്ലെ? ചില്ലി കടിക്കുക. ശരിക്കും മുളകെടുത്തോണ്ട് വരണോ? ശരിക്കും മുളകെടുത്ത് നിങ്ങൾ ചിരിക്കൂല, കാര്യമല്ലോ. ശരി ശരി. വെള്ളം കുടിക്കാൻ പാടില്ല. ഇത് ഭയങ്കര എരിവായിരുന്നു. ഭയങ്കര എരിവായി, അതുകൊണ്ടാണ് വെള്ളം കുടിച്ച്. ഓക്കെ. എല്ലാരും ഒന്ന് ട്രൈ ചെയ്യും. നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എഫക്ട് കിട്ടില്ല. പച്ചമുളക് എടുക്കുന്നു, കടിക്കുന്നു, ആദ്യം എരിവില്ല, പിന്നെ എരിവ് കിട്ടുന്നു,
ഒലക്കമല പച്ചമുളക് ഈ ലിഫ്റ്റാകുമ്പോ എവിടുന്ന് ഒരു ഒലക്കമല പച്ചമുളകാ തന്നെ അല്ലെ? പേരും മാറ്റി ആൾമാറാട്ടം നടത്തി പച്ചമുളക്. അയ്യോ അയ്യോ എന്റെ നാവ് പൊള്ളി. ഒരുപാട് അത്ര സ്പൈസി ഉള്ളു. ചെറിയ സ്പൈസി ആണോ? ഞാൻ ഓക്കെ, കടിച്ചത് മറ്റേ ബജി ഉണ്ടാക്കുന്ന മുളകാ, എരിവ് തന്നെ അല്ല. ഇല്ല. ഓക്കെ, റെഡി. ഓക്കെ, നല്ല പാർട്ടിസിപ്പൻസ് ആട്ടോ, അടിപൊളി. എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്, അതാണ് മെയിൻ ആയിട്ട്. ഓക്കെ, അടുത്തത് മിറർ ലോഫ് ആണ്. മിറർ ലോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇപ്പൊ സൂമില്? കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ നിങ്ങളെ കാണാൻ, അഥവാ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് മൈക്ക് അൺമ്യൂട്ട് ചെയ്യും, ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ ചിരിക്കുന്നുണ്ടോ ഇല്ലെന്ന് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ സമയത്ത് എനിക്ക് കാണാൻ പറ്റൂലല്ലോ. പറ്റുമോ? അറിയില്ല. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങളുടെ മുഖം നോക്കുക. നിങ്ങളുടെ മനോഹരമായ സുന്ദരമായ മുഖം നോക്കുക. ആ മുല്ലമുട്ടുകൾ പോലെ പല്ലുകള്, നിങ്ങളുടെ മൂക്ക്, അല്ലെ? നമ്മൾ സ്വന്തം സെൽഫിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർ ഇഷ്ടപ്പെടൂല്ലോ നമ്മളെ, അല്ലെ? ഞാൻ എങ്ങനെയാണോ അങ്ങനെ ഞാൻ എന്നെ ഇഷ്ടപ്പെടേണ്ടത്. ഞാൻ കരുതാണ് എനിക്ക് താടിയൊന്നുമില്ല, ഇന്നെ ആരും ഇഷ്ടപ്പെടൂല, അല്ലെ? ഞാൻ അങ്ങനെ കരുതി എനിക്ക് എന്നെ, അല്ലെങ്കിൽ എനിക്ക് മൊത്തത്തിൽ ഒരു ഫേസ് ഒന്നും ഒരു ചബ്ബി ഫേസ്, എനിക്ക് ഇന്നെ ആരും ഇഷ്ടപ്പെടും. ഇത് ഞാൻ തന്നെ കരുതിയാൽ മറ്റുള്ളവർ ഇന്നെ ഇഷ്ടപ്പെടും? ഒരിക്കലും. സോ നിങ്ങൾ നിങ്ങളെ മുഖം നോക്കുക, നിങ്ങളെ ഫേസ് തന്നെ നോക്കുക. നോക്കിയോ? കണ്ണാടി ഉണ്ടെങ്കിൽ കണ്ണാടി നോക്കിയാ. അതോ റൗസാറൊക്കെ നോക്കിയിട്ട് എന്റെ ഭയങ്കരനാടോ, അടിപൊളിയാണല്ലേ? ഓക്കെ, മിറർ ഉണ്ടെങ്കിൽ മിററിൽ നോക്കിയാലും മതി. ഇനി നിങ്ങളുടെ ഫേസ് നോക്കി നിങ്ങൾ ചിരിക്കുക. എന്ത് ചിരി വേണമെങ്കിലും അവിടെ ഇടാം. നിങ്ങളെ ഫേസ് നോക്കി നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ചിരിക്കാൻ തോന്നുന്നുണ്ടോ? കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറ്റാണ്. ചിരിക്കാൻ തോന്നുന്നത് അത് സ്മൈൽ ആവാം, പൊട്ടിച്ച് എന്തും ആവും. ഞാൻ എന്റെ ഫേസ് നോക്കി ഏതായാലും ചിരിക്കട്ടെ, കാരണം എനിക്ക് എന്റെ മുഖം നോക്കല് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, എന്താണ് രാവിലെ ഒരു ഷർട്ട് ഇട്ടിട്ട് വന്നിട്ട് അതെ നേരമൊക്കെ വെച്ചിട്ട് അടിപൊളി. എന്താണില്ലേ ആക്കഴിച്ചായിട്ടൊക്കെ ഞാൻ എപ്പോഴെങ്കിലും മാത്രമായിട്ടാണ് ഞാൻ ഡ്രൈവിനൊക്കെ പോകണമെന്നാണ്, അല്ലെ? പക്ഷെ കൊള്ളാം, അടിപൊളിയാണ്. അർച്ചന മാമിന് സ്വന്തം മുഖം നോക്കുമ്പോ ചിരി വരുന്നില്ലേ? ഇല്ലേ? അത് ഞങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളെ മുഖം കാണുമ്പോ, നിങ്ങളെ ചിരി കാണുമ്പോൾ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ചിരി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, മിറർ ഓഫ് ഒന്നും വരാത്ത ആരുമില്ല. നിങ്ങൾ ഒരു 5 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ ജസ്റ്റ് മിറർ എടുത്ത് നോക്കിയോ, ഒരു ചിരി നിങ്ങളുടെ ഫേസിൽ വന്നിരിക്കും, ഉറപ്പാണ്. നിങ്ങളൊന്ന് ചെയ്തോ, ഇതൊക്കെ പറയണൊക്കെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. അടുത്തത് ആർഗ്യുമെന്റ് ലോഫ് ആണ് കേട്ടോ. അഥവാ നിങ്ങൾ മൈക്ക് മ്യൂട്ട് ആണെങ്കിലും അൺമ്യൂട്ട് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ പരസ്പരം ആർഗ്യൂ ചെയ്യണം. അഥവാ കൈയൊക്കെ ഇട്ടിട്ട് ആർഗ്യൂ ചെയ്യണം. കൈയൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ മറ്റത് ശരിക്കും ഇങ്ങനെ കൈ ചൂടാൻ പാടില്ല എന്നാണ്, പക്ഷെ ആർഗ്യുമെന്റ് മനസ്സിലാവണ്ടേ. ഇപ്പൊ ഇങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ സ്ക്രീൻ ഫുൾ ആവും, ക്യാമറ ഫുൾ അടയും. സോ 1 ഫിംഗർ ഉപയോഗിക്കുക. നിങ്ങൾ ആർഗ്യുമെന്റ് ചെയ്യണം. ആർഗ്യുമെന്റ് ചെയ്യാൻ നമ്മൾ ആരും കുറവല്ല. മോർണിംഗ് സർക്കിളിന്റെ ഗ്രൂപ്പ് നോക്കുന്നവർക്ക് അറിയാം, ആർഗ്യുമെന്റിന് ഒരാളും കുറവല്ല, ഒരാളും വിട്ടുകൊടുക്കൂല. സോ നമ്മൾ ആർഗ്യുമെന്റ് ചെയ്യാണ്. അഥവാ ഇങ്ങനെ റേസ് ആയിട്ട് പറയാണ്, പക്ഷെ ചിരിച്ചോണ്ടായിരിക്കണം, ചൂടായിട്ടല്ല. നമ്മൾ ചിരിച്ചോണ്ട് ആർഗ്യൂ ചെയ്യണം. ഞാൻ ഏതായാലും അർച്ചന മാമിനെ തെരഞ്ഞെടുക്കാണ്. ഞാൻ ആളോടാണ് ആർഗ്യൂ ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ദിവസം കുറച്ച് ലോ പോയിന്റ് പറഞ്ഞിട്ടൊക്കെ ഞാൻ കുടുങ്ങിയിരിക്കുന്നു. കോടതിയിൽ കയറിയിട്ട് അയാൾ പറഞ്ഞൊന്നുമല്ല, ഞാൻ മൊത്തത്തിൽ ആസിഫ് അലി വാദിക്കാൻ പോയ പോലെ വാദിച്ചതാണ്. എന്നോട് പറഞ്ഞു പെറ്റി അടച്ചിട്ട് 2 മാസം കിടക്കണം, അല്ലെങ്കിൽ പെറ്റി അടിച്ച് പോയാൽ മതിയോ എന്നാണ് എന്നോട് പറഞ്ഞത്. തമാശ കേട്ടോ. ഞാൻ അതിനെ കുറിച്ചാണ് ആർഗ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ ഒരു ടോപ്പിക് തയ്യാറാക്കുക. മൈക്ക് മ്യൂട്ടോ അൺമ്യൂട്ടോ, ഞാൻ എന്തായാലും അൺമ്യൂട്ട് ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ബ്രീത്ത് എടുക്കണോ? ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യണോ? വേണ്ടല്ലോ. ഓക്കെ, ആർഗ്യൂ ചെയ്യാൻ പോവാണ്. നിങ്ങളും ചെയ്യ്, ഞാൻ മാത്രം നിന്റെ കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കാൻ നിൽക്കുകയാണല്ലേ. സ്വയം ചെയ്തിട്ട് ചിരിക്കാൻ ഒരു താല്പര്യം, ഇന്റെ കണ്ടിട്ട് ചിരി. ഓക്കെ ഓക്കെ, ജിഷാമേ തുടങ്ങിക്കോളൂ. ആരെങ്കിലും ആയിട്ട് ആർഗ്യൂ ചെയ്യൂ. ഞാൻ അത് ആർഗ്യൂ ചെയ്യുന്നത്.
നിങ്ങള് കഴിഞ്ഞ ദിവസം അസ്ത്രനാമ തന്നു ഓലക്കമ്മല കുറച്ച് ലോ പോയിന്റ് വെച്ചിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയോ? എന്നോട് ജഡ്ജി പറയാണ്, അല്ല ചെങ്ങ ഇനി എന്താ ഒലക്കമ്മല, ഇങ്ങനത്തെ ഒരു സംഭവേ ലൈറ്റീസ് ഒക്കെ മാറിയിട്ട് കാലങ്ങളായി, ഏത് ഒലക്കമ്മല ലോയറാ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ചിരിച്ചിട്ട്, പിന്നെ നിങ്ങൾ ഏതാ ലോയർ എടുത്തത്, നിങ്ങൾ എന്ത് പരിപാടി എടുത്തത്? ഞാൻ അവിടെ നിന്നിട്ട് പെട്ടെന്ന് ഈ സംഭവം ഞാൻ പറഞ്ഞിട്ട് എന്നോട് ജഡ്ജി പറയാണ്, ഇനി 2 മാസം ഒന്നും അകത്ത് കിടക്കണം, അല്ലെങ്കിൽ 25,000 കെട്ടണം. എവിടെയാ ചങ്ങ 25,000? നിങ്ങൾക്ക് ഫീസ് തന്നെ ഞാൻ തന്നിട്ടില്ല 25,000. നിങ്ങൾ എണ്ണി വാങ്ങിച്ചിട്ട് 4 പോയിന്റ് പറയാൻ വേണ്ടിട്ട് നിങ്ങൾ എന്നോട് 25,000 രൂപ എണ്ണി വാങ്ങിച്ചില്ലേ? ഈ 25,000 രൂപ എണ്ണി വാങ്ങിച്ചിട്ട് ഞാൻ 25,000 50,000 രൂപ ഒരു ലോ പോയിന്റിന് വേണ്ടി ഞാൻ കൊടുക്കേണ്ടി, എന്താ മനുഷ്യരാണോ താഴെ? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളൊരു ക്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നിൽക്കേണ്ടത്? സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? ആർഗ്യുമെന്റ് ലോഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മള് ഭയങ്കര എന്താ പറയാ, ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ഒരാളോട് ആർഗ്യൂ ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഫീൽ ഉണ്ടാവും, എന്തൊക്കെയോ ഒരു സംഭവിച്ചതുപോലെ, അല്ലെ? നമുക്ക് തോന്നും, കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞാൽ തോന്നും, ശേ അത്ര പറയേണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിൽ അർച്ചന മാം നല്ലൊരു ലോയർ ആണല്ലോ, ചിലപ്പോ എന്തെങ്കിലും തെറ്റ് പറ്റിയതാവാം, അല്ലെ? മനുഷ്യനല്ലേ, പറ്റിയതാവാം എന്ന് നമ്മൾ കരുതും. ഇനി പിന്നെ ഞാൻ പോയിട്ട് അർച്ചന മാം നേരത്തെ പറഞ്ഞത് കുറച്ച് അപ്പൊ അർച്ചന മാം പറയാം, പോയിക്കോണൊരു അറ്റാഡിക്കിന്റെ മോത ഞാൻ ഷേപ്പാക്കും. ആളെ മുന്നിൽ നിന്ന് വന്നിട്ട് എന്റെ ഓഫീസിൽ കയറി ഇനി ഇത്രയൊക്കെ ചീത്ത വിളിച്ചിട്ടല്ലേ? നേരെ മറിച്ച് ഞാൻ ഇങ്ങനെയാണ് അർച്ചന മാമിന്റെ അടുത്ത് പോയി പറയുന്നെങ്കിലോ, എല്ലാരുടെ അടുത്തും അങ്ങനെ പോയി പറയണമെന്നല്ല കേട്ടോ. അങ്ങനെ പോയി പറഞ്ഞാൽ നിങ്ങളുടെ പിരി എന്തോ ലൂസാന്ന് പറയും. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ആരെങ്കിലും തമ്മിലുള്ള പ്രശ്നം, അഥവാ ഞാന് ജിഷ മാമായിട്ട് എനിക്ക് നല്ല പ്രശ്നമുണ്ട്, പക്ഷെ എനിക്ക് പറയാൻ താല്പര്യമില്ല, ജിഷ മാമിനായിട്ട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, അഥവാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, അപ്പൊ ഞാൻ ആർഗ്യൂ ചെയ്യാണ്. എങ്ങനെ? ആളോട് ഒരു ദേഷ്യം വെക്കാൻ എനിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ ആർഗ്യൂ ചെയ്യാണ്. ജിഷ മാമിനെ ഇങ്ങനെ നോക്കിയിട്ട്, അല്ലെങ്കിൽ ജിഷ മാമിനെ ഞാൻ സങ്കല്പിച്ചിട്ട് ഞാൻ ആർഗ്യൂ ചെയ്യാണ്. എന്താണ് കാല പരിപാടി എടുത്ത് കഴിഞ്ഞ ദിവസം എല്ലാരും കൂടി എന്നെ കൊത്തി കയറി ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഞായറാഴ്ച ഞാനിവിടെ വളർച്ച വലുതാക്കിയെന്നും പറഞ്ഞിട്ട് നമ്മൾ വളർച്ച വലുതാക്കിയിട്ട് ആള് വലിയ ആളായി ഈഗോ ഇന്നവിടെ കൊത്തി വലിച്ചിവിടെ കൊടുത്തല്ലേ, ഓലക്കമ്മല പരിപാടി കാണിച്ചതല്ലേ, എന്നാൽ എനിക്ക് നിങ്ങളോട് സ്നേഹമാണ്, ഒന്നും ഞാൻ ചെയ്യില്ല, പക്ഷെ നിങ്ങൾ ചെയ്ത പരിപാടി ഇല്ലേ ഒരുമാതിരി നല്ല പരിപാടി നിങ്ങൾ കാണിച്ചു എന്ന് നമ്മൾ ആർഗ്യൂ ചെയ്തിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ ഡിബേറ്റ് ചെയ്യുന്ന പോലെ, ഒരു വിഷയത്തിൽ ഡിബേറ്റ് ചെയ്യുന്നത് പോലെ സംസാരിക്കുക. ഇതാണ് ആർഗ്യുമെന്റ് ലോഫർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഗിഗ്ലിംഗ് ആണ്. അഥവാ നമുക്കിങ്ങനെ കുലുങ്ങിച്ചിരിയില്ലേ, കുലുങ്ങിച്ചിരിക്കാൻ അറിയില്ലേ? സജന മാമിനെ കാണിക്കുന്നത് ഇത് എഫക്ട് ചെയ്യുന്നില്ലേ സംഭവം? സജന മാം ഇങ്ങനെ ആ ചുമരിനെ ഇങ്ങനെ ചാരി നിന്നിട്ട് ഇങ്ങനെ ആക്കുന്നത്. സത്യത്തിൽ ആ സജന മാം മാറിക്കഴിഞ്ഞാൽ ആ ചുമരിന് ഒരു വര വന്നിട്ടുണ്ടാവും, എനിക്കൊരു സംശയമുണ്ട്. ചുമരിന് ചാരിയിട്ടാണോ ഉള്ളത്? തല ഒന്ന് മാറ്റാവോ? കാരണം ചുമരിന് ഇങ്ങനെ ചാരിയിട്ട് ഇങ്ങനെയാണ് സജന മാം ആക്കുന്നത്. എനിക്ക് മിക്കവാറും അവിടെ ഒരു വര പെയിന്റ് ഒക്കെ പോയിട്ടുണ്ടാവും. ഉമ്മച്ചി ഇന്ന് ഏത് ആളാണ് ഇന്ന് ക്ലാസ് ഇത് ഇങ്ങനെ തലയാട്ടി പെയിന്റ് ഒക്കെ പോയല്ലോ എന്ന് പറയും. തലേന്റെ അല്ലെ? മുകളിലൊരു വെള്ള എങ്ങനെ? തലയുടെ മുകളിലൊരു വെള്ളക്കുത്തും വീഴുന്നത്. ആ അപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? എന്താ സംഭവം അല്ലെ? പെട്ടെന്ന് തന്നെ പരസ്പരൻ അത് കാണിച്ചു തന്നു അവിടെ, ഇല്ലെങ്കിൽ പണി. ഓക്കെ, ഇവിടെ ഓരോരാളെ പേരെടുത്ത് പറയുന്നത് തമാശ രൂപത്തിൽ മാത്രം കാണുക. നമുക്ക് ഈ ഒരു ലോഫിങ് കംപ്ലീറ്റ് ചെയ്യണല്ലോ, അതുകൊണ്ട് മാത്രം കേട്ടോ. അപ്പൊ ആ ഒരു സ്പിരിറ്റിൽ എടുത്താൽ മതി. എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യണല്ലോ. ആ അല്ല, കംപ്ലീറ്റ് എന്തായാലും ഞാൻ ചെയ്യും. നിങ്ങൾ ചിരിച്ചാലില്ലേ കംപ്ലീറ്റ് ചെയ്യും. എനിക്ക് ഒരു 5 പേര് ചിരിച്ചിട്ടിയാൽ മതി. ഞാൻ ഇന്നലെ പറഞ്ഞു ഒരാള് ചിരിച്ചാൽ മതിയെന്ന്. ഞാൻ ചിരിക്കാൻ പറഞ്ഞോ. ഓക്കെ. ഓ, അടുത്തത് നമ്മളെ കുലുങ്ങിച്ചിരിയാണ്. കുലുങ്ങിച്ചിരി നിങ്ങൾക്ക് അറിയില്ലേ? എങ്ങനെ കുലുങ്ങിച്ചിരിക്കുക തന്നെ വേണം കേട്ടോ. ഇനി ക്യാമറയിലും കാണണം കുലുങ്ങിച്ചിരിക്കുന്നത്. അഥവാ അതെ. നമ്മള് സാറേ പറഞ്ഞോ. അല്ല, അത് ക്യാമറയിൽ കാണിക്കാൻ പറ്റില്ല എന്ന് പറയാം. കുലുങ്ങിച്ചിരിക്കുന്നതോ? എന്നിട്ട് ഇപ്പൊ ഡെമോ കാണിച്ചോണ്ടിരുന്നത് കുലുക്കിച്ചിരിക്കണേല്. ഇത് തന്നെയാണ് കുലുങ്ങിച്ചിരി. റൌഫ് സാർ, ഇതാണ് കുലുങ്ങിച്ചിരി. അല്ലാതെ ഇങ്ങനെ കുലുങ്ങി ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ തല കറങ്ങൂലെ സൂമിൽ കാണുന്നത്. ഓൾറെഡി കുലുങ്ങുന്നുണ്ട്. കണ്ട, റൌഫ് സാറായി ഇപ്പൊ ഇവിടെ ക്യാപ്റ്റൻ. ഞാൻ എന്നാ മൈക്കോ ഹാൻഡ് ഓവർ ചെയ്യട്ടെ റൌഫ് സാർ. വേണ്ട. ഓക്കെ, സത്യത്തില് നേരത്തെ റൌഫ് സാർ ഇരിക്കുമ്പോൾ, അതെ റൌഫ് സാർ നേരത്തെ ചിരിക്കുമ്പോ അവര് കുലുക്കം വരുന്നുണ്ട് അല്ലേ? നമ്മളൊക്കെ ഇരുന്ന് ഇരിക്കുമ്പോൾ റൌഫ് സാർ കുലുങ്ങി ചിരിക്കുന്നുണ്ട്. സോ അതന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, റെഡി അല്ലേ? എല്ലാരും റെഡി അല്ലേ? ഓക്കെ, ഒന്നുമില്ല, നമ്മളെ നിസാർ സാറിനെ നമ്മൾ എപ്പോഴും പഞ്ഞിക്കിടുന്നുണ്ട് അല്ലെ?
നമുക്ക് ആ പരിപാടി ഒന്നും നിർത്തിയിട്ട് വേറെ നേർച്ചക്കുയിൽ അതെ അതെ വാട്സപ്പിൽ ചിരിക്കും എല്ലാവരും. ശരിക്കും മനുഷ്യ വാർത്തപ്പ് ചിരിക്കുന്ന കഥ കുറച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും വായ് പൊത്തി ചിരിച്ചിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ എന്താ പറയാ അതെ കുലുങ്ങി അതെ ലിഫ്റ്റ് മാം ചിരിക്കും തിരിഞ്ഞു നോക്കും. ലിഫ്റ്റ് മാം ചിരിക്കും തിരിഞ്ഞു നോക്കും. എന്തൊരു തീരുമാനാവും. അല്ല അൺമ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട് ചെയ്തേ പറ്റില്ല. നോക്ക് ലിഫ്റ്റ് മാം ചിരിക്കും വേഗം തിരിഞ്ഞു നോക്കും. അയ്യോ ആരെങ്കിലും അയ്യോ കേട്ടിക്കൊണ്ടോ? കൃഷ്ണ മാമിന്റെ ശരിക്കും അൺമ്യൂട്ട് ചെയ്ത് ചിരിക്കുന്നത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒന്നും കൂടി നാട്ടിലെ ചിരിക്കുന്ന പ്രശ്നമാണ്. ആൾക്കാരെ എണ്ണം കൂടും കേട്ടോ. അൺമ്യൂട്ട് ചെയ്ത് ജിനീഷ് കലങ്ങനീറ്റാ കല്ലിങ്കൽ ഏതായാലും നമ്മുടെ റെക്കോർഡ് കളിപ്പിക്കരുത് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ അങ്ങനെ കാര്യങ്ങളൊന്നും അങ്ങനെ ചോദിക്കരുത്. ചോദിക്കുമ്പോ കല്ലിങ്കൽ ജിനീഷ് അങ്ങനെ വേണം പറയാൻ. ഈ ഗുണ്ട ബിജു എന്നൊക്കെ പറഞ്ഞു കല്ലിങ്കൽ ജിനീഷ്. നിങ്ങക്ക് നല്ലൊരു പേരില്ലേ മനുഷ്യസ്ത്രീ. നിങ്ങക്ക് ലിഫ്റ്റാന്ന് വെച്ചാ പോരെ. ഞാനും ആദ്യം കുറെ തെറ്റിദ്ധരിച്ചതാ. പിന്നെ ചോദിച്ചു ഞാനും ആദ്യത്തെ പ്രാവശ്യം കുറെ കമന്റ് ഒക്കെ തന്നപ്പോ ഏതോ ചുള്ളരാണ് കമന്റ് തന്നെന്ന് വിചാരിച്ചു. അതേ സ്ത്രീ ശബ്ദം. ഞാന് രണ്ടാമത്തെ സെഷൻ എടുത്തന്ന് രണ്ടാമത്തെ സെഷൻ എടുത്തന്ന് എന്തോ കമന്റ് ഇട്ടു. അപ്പൊ ഞാൻ പ്രൈവറ്റ് ആയിട്ട് റിപ്ലൈ ഇട്ട് തിരിച്ചിട്ടൊരു പെൺ ശബ്ദം. ദൈവമേ പെട്ട്. എന്റെ ഭാഗ്യത്തിന് ഞാൻ അടുത്ത കേസ് ഒരു പരിധി അടുത്ത വിട്ടൊന്നും കേസിലെ പറഞ്ഞില്ല. വകുപ്പായി. അടുത്ത കേസിലെ വകുപ്പായി. ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടപ്പോഴേ റൗസാറ് ചോദിച്ചത് ഓർമ്മയുണ്ട്. ആരാ ഈ ജിനീഷ് കല്ലിങ്കലെന്ന് മാമല്ലേന്ന് ചോദിച്ചില്ല. അപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. ഞാൻ നോക്കുമ്പോ ക്ലാസ്സിൽ കാണുന്നില്ല. ഭയങ്കര ഫീഡ്ബാക്ക്. എന്ത് സംഭവമാണ്. ഓക്കെ, എന്തായാലും നിങ്ങളെ സ്റ്റോറിയിൽ കുറെ ചിരി വന്നല്ലേ. സത്യത്തിൽ ശരിയാട്ടോ. ലിഫ്ന മാം ഇന്നലെ വോയിസ് അയച്ചത് നന്നായി. അല്ലെങ്കിൽ നേരത്തെ ആരെങ്കിലും പറഞ്ഞതുപോലെ നമ്മൾ പരസ്പരം ഞാൻ ചിലപ്പോൾ റൂഫ് സാറിനൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ നമ്മൾ തമ്മിൽ മെസ്സേജ് അയക്കുന്ന പോലെ ഞങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർച്ചന മാമിനോട് ഹലോ ചെറിയൊരു പ്രശ്നമുണ്ട്, ഒരു മെസ്സേജ് അയച്ച് മാറിയിക്കണോ, ഇന്നൊന്നും ജാമ്യത്തിലെടുക്കാൻ വരണം, എനിക്ക് എന്താ പറയാ കരാർ തീർച്ചിട്ടൊന്നുമില്ല, നിങ്ങൾ അതെടുത്തിട്ട് വരണം എന്ന് പറയേണ്ട ഒരു അവസ്ഥയായി. ഓക്കെ, സോ ഇതാണ് ഗിഗ്ലിംഗ് ലോഫിംഗ് എന്ന് പറഞ്ഞത്. അഥവാ നമ്മൾ ഇങ്ങനെ ചിരിക്കുക അല്ലെ. അതിന് റോഫ് സാറൊക്കെ ഒരു കഥ പറഞ്ഞപ്പോ ഒന്നും കൂടി അടിപൊളിയായി. ജിഷ മാം, ലിഫ്ന മാം അതിന് സപ്പോർട്ട് ചെയ്ത് ചിരിച്ചു. അർച്ചന മാം അതുപോലെ തന്നെ ചെയ്തു. ഓക്കെ, റെഡി, അടിപൊളി. അടുത്തത് നമുക്ക് ബലൂൺ ലോഫ് ആണ് കേട്ടോ. സമയം 6 മണിയൊക്കെ കഴിഞ്ഞു. നിങ്ങൾ സമയം കാണുന്നുണ്ടോ? 6:13. എത്ര? 6:13 അല്ലേ? ഓക്കെ, ഇവിടെ വേദനിക്കുന്നുണ്ടോ ആർക്കെങ്കിലും? അത്രക്കില്ല, ആ. ചെറുതായിട്ട്. എനിക്കുണ്ട് 2 സൈഡ് അപ്പൊ വേദന. അപ്പൊ ഇനി ഡെയിലി ചിരിച്ചു, അപ്പൊ ആ വേദന മാറി കിട്ടും. അൺമ്യൂട്ട് ചെയ്ത് ചിരിക്കാനുള്ളത്. ഓക്കെ, ഇനി ബലൂൺ ഓഫ് ആണ്. എല്ലാരും ബലൂൺ എടുക്കുക. ഞാൻ ഇന്നലെ എല്ലാരും തന്നതാണ് ബലൂൺ എടുക്കാം. ഓക്കെ, ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ പോയിട്ട് ഞാൻ എന്താക്കി ഇവരോട് എന്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റി പറഞ്ഞ ഒരു പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനെ സെറ്റ് ചെയ്യുന്നില്ല. ഞാൻ പെട്ടെന്ന് അവരോട് കുറച്ചൊക്കെ ബലൂൺ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഈ ബലൂണ് വീർപ്പിക്കാൻ പറ്റൂല, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു, ഇത് വീർപ്പിക്കാൻ പറ്റൂല. അറ്റ് ദ മൊമെന്റ് പെട്ടെന്ന് തന്നെ വീർപ്പിച്ചിട്ട് സാറെ പറ്റുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഇതാണ് എനിക്ക് ആവശ്യം. കാരണം വീർപ്പിക്കാൻ പറഞ്ഞ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊതിയെന്നുണയും പറഞ്ഞ് ഇത് വീർപ്പിക്കുന്നില്ല. ഒരു ബോൾ കൊടുത്തിട്ട് ആ ബോൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ സെറ്റ് ചെയ്യണില്ല. 10 മിനിറ്റ് അങ്ങനെ പോകുന്നു. അപ്പൊ ഇതിന്റെ സെഷൻ ലേറ്റ് ആവും. അപ്പൊ ഞാൻ പറഞ്ഞു സ്വാഭാവികമായിട്ടും ഇത് വീർപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റൂല, ചലഞ്ച് ചെയ്യാണ്. നിങ്ങൾ എന്താ പറയാ പൂരത്തിനും മറ്റിടത്തൊന്നും കണ്ട ബലൂൺ അല്ല, ഇത് വ്യത്യാസമാണെന്ന് പറഞ്ഞു. ഇവര് വീർപ്പിച്ച് കെട്ടിയിട്ട് സാറെ ഇത് വീർപ്പിച്ചല്ലോ നോക്കുന്നു. ഞാൻ അതാണ് എനിക്ക് ആവശ്യം. അപ്പൊ ബലൂൺ വീർപ്പിക്കാൻ അറിയില്ല എന്നൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റൂല. മുസ്തഫ സാറെ ബലൂൺ വീർപ്പിക്കാൻ അറിയൂലേ? ഇതല്ല ഇതിനപ്പുറവും ചാടിക്കടന്നവനാണ് ഈ അർച്ചന. ഈ ഔസേപ്പല്ലേ? കെ ജോസഫ്. കെ കെ ജോസഫ് സാറല്ലേ ഇപ്പം മതസൗഹൃദം എല്ലാരും പേരും പറഞ്ഞു. ഇപ്പൊ ഔസേപ്പ് പറഞ്ഞു, ജോസഫ് പറഞ്ഞു. ഓക്കെ, നമ്മൾ ബലൂൺ എടുക്കൂ. ഇനി ചെയ്യേണ്ട ഇത്ര മാത്രം, ബലൂൺ നമ്മൾ ചിരിച്ചോണ്ട് വീർപ്പിക്കാം. വീർപ്പിച്ചിട്ട് പെട്ടെന്ന് പൊട്ടണം. ക്ലാസ് തീരുന്നവരെ പൊട്ടാതിരിക്കും ആരെങ്കിലും ബലൂൺ. പൊട്ടണം കേട്ടോ, പെട്ടെന്ന് പൊട്ടിക്കോട്ടെ. ഇനി ഞാനിത് ബലൂൺ പെട്ടെന്നൊന്നും പൊട്ടില്ല, വലിയ ബലൂൺ അടുത്തെന്നൊന്നും പറയരുത്, പൊട്ടണം. ആ പൊട്ടുന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കണം.
എന്നിട്ട് ചിരിക്കണം. ആ ബലൂണ് പൊട്ടിയ സൗണ്ട് കേട്ട് ചിരിക്കണം. പേടിക്കൂല കേട്ടോ. നമ്മള് ചെറുപ്പത്തിൽ ബലൂണ് പൊട്ടിയപ്പോ നമ്മൾ പേടിച്ചു അല്ലെ? ബലൂൺ പരമാവധി നമ്മൾ അതിനകത്ത് എയർ നിറച്ചപ്പോ ആ പൊട്ടിയപ്പോ നമ്മളൊന്ന് ഞെട്ടി. ഇതിനകത്ത് നമ്മൾ ഞെട്ടൂല, കാരണം നമ്മൾ പവർഫുൾ ആണ്, നമ്മൾ സ്ട്രോങ് ആണ്. ഓക്കെ, ബലൂൺ വീർപ്പിക്കാം. ബലൂൺ എടുക്കും, എല്ലാരും ബലൂൺ എടുക്കും. ഓക്കെ, ബലൂൺ എടുക്കുക. അർച്ചന മാമൊക്കെ ഇങ്ങനെ നോക്കാണ് എങ്ങനെ ബലൂൺ വീർപ്പിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വീർപ്പിക്കാന്ന്. ബലൂൺ എടുക്കാം അങ്ങോട്ട്. സജിന മാം എന്റെ പൊട്ടിയിടാ, എന്റെ പൊട്ടി, എന്റെ ബലൂൺ പൊട്ടി. കൃഷ്ണ മാമിന്റെ ബലൂൺ ഇപ്പൊ പൊട്ടു. കൃഷ്ണ മാമിന്റെ ബലൂൺ പൊട്ടാ. ഇപ്പൊ സജിന മാമിന്റെ ബലൂൺ ഇപ്പൊ പൊട്ടും. വീർക്കാതെ പൊട്ടി. പൊട്ടിച്ചിട്ട് ചിരിക്കണം. പൊട്ടുമ്പോ ചിരിക്കണം. അതാണ് ബലൂൺ ലോഫിംഗ് എന്ന് പറയുന്നത്. പൊട്ടതാ അഥവാ നമ്മള് ബലൂൺ വീർപ്പിക്കുകയാണ്. ഇതിലൂടെ എന്താ സംഭവിക്കുന്നത് അറിയോ? ശരിക്കും നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ നമ്മൾ നെഗറ്റീവ് എനർജി പുറത്തേക്ക് കളയാണ്. നെഗറ്റീവ് എനർജി മാക്സിമം നമ്മൾ അഫർമേഷൻ കൊടുക്കുക. ഞാൻ എന്റെ നെഗറ്റീവ് എനർജി എല്ലാം കൊടുക്കുകയാണ് ഇതിനകത്ത്. ഇതേ അഫർമേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ബലൂണ് വീർപ്പിക്കുന്നത്. എന്നിട്ട് ഈ ബലൂൺ ഇതിനകത്ത് നമ്മുടെ നെഗറ്റീവ് എനർജിയെ ലോഡ് ആയതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മളത് പൊട്ടിച്ച് കളയണം. നമ്മൾ ആ നെഗറ്റീവ് ഒക്കെ പൊട്ടിച്ചങ്ങ് കളയാണ്. സോ ഈ ബലൂൺ അങ്ങ് പൊട്ടിയപ്പോ നമുക്ക് ഭയങ്കര സന്തോഷം, കാരണം നെഗറ്റീവ് ഒക്കെ പോയി അല്ലെ? നെഗറ്റീവ് ഒക്കെ പോയിട്ട് നമ്മൾ ഇങ്ങനെ അട്ടഹസിച്ച് നമ്മൾ ചിരിക്കുകയാണ്. ഇതാണ് ശരിക്കും ബലൂൺ ലോഫിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ലാസ്റ്റ് വൺ, മെമ്മറി ലോഫ്. ഓക്കെ, ഹാപ്പി മെമ്മറി ലോഫ്. അഥവാ നിങ്ങൾക്ക് ഉണ്ടായ ഒരു നല്ലൊരു മൊമെന്റ്, ഒരു ഹാപ്പി മൊമെന്റ്, അത് ചിലപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലെ സംഭവങ്ങളായി എന്തെങ്കിലും ആയിക്കോട്ടെ, സംഭവങ്ങളായിരിക്കാം. അപ്പൊ അതിനെ ഓർത്ത് നിങ്ങളൊന്ന് ചിരിക്കുക, നിങ്ങൾ ആലോചിച്ച് ചിരിക്കുക. നിങ്ങൾക്ക് എപ്പോഴെന്നല്ല, നിങ്ങൾ ആലോചിക്കുക, ആ സംഭവങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്ന അതിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ചിരിക്കുക. ചിരി വരുന്നില്ലെങ്കിൽ നിങ്ങൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചിരിച്ചിട്ട് അതിന് നിങ്ങൾക്ക് യഥാർത്ഥ ചിരിയിലേക്ക് എങ്ങനെ മെസ്സേജുകൾ പോയി നോക്കിയാ ചിരി വന്നേ. മറ്റേ മോർണിംഗ് സർക്കിളിലെ അല്ലേ? നമ്മള് ഇതിലേക്ക് ഓക്കെ, അത് ഓർമ്മിച്ചാൽ മതി. നമുക്കത് ആ മെമ്മറി പവർ കൂടി ടെസ്റ്റ് ചെയ്യാം. നമുക്ക് ആ ഒരു മൊമെന്റ്, അർച്ചന മാം ആ ഒരു മൊമെന്റ് നമുക്ക്, അർച്ചന മാം സൈഡായതാണ്, കുഴപ്പമില്ല, ചിരിച്ചിട്ട് സൈഡായതാണ്. നമ്മളെന്തായാലും ഫീഡ്ബാക്ക് എടുത്തിട്ടേ കൺക്ലൂഡ് ചെയ്യുള്ളൂ. ഓക്കെ, നമ്മളിനി ആലോചിക്കാം ഏത് മൊമെന്റ് ആണ് ഇപ്പൊ ഞാൻ ചിന്തിക്കുക. റൂഫ് സാറേ? ഇല്ല, റൂഫ് സാർ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഞാൻ ആലോചിക്കുന്ന ഇന്നലെ സജന മാമിന്റെ സ്റ്റാറ്റസ് കണ്ടതാണ്. അതിന്റെ ഒരു മ്യൂസിക് ഉണ്ടായിരുന്നു. മ്യൂസിക് കേട്ടാ മാത്രം മതി ചിരി വരാൻ. അത് എന്റെ അടുത്ത് നിന്ന് കോപ്പി അടിച്ചതാ. സാഹിർ സാറിന്റെ സ്റ്റാറ്റസ് അല്ലേ അത്? അല്ല, രണ്ടാമത് ഇന്റെ കോപ്പി അടിച്ച് സജന ഇട്ടിരുന്നു. കോപ്പി അടിച്ചു, പക്ഷെ സ്റ്റാറ്റസ് ഇട്ടത് സാഹിറാണ്. അപ്പൊ അത് കണ്ടുകൊണ്ട് ഞാൻ ചിരിച്ചു കേട്ടുണ്ട്. എനിക്കൊരു അനുഭവം ഉണ്ട്. എന്താ നോക്കുമ്പോട്ട് അപ്പുറത്തെ സജന മാമിന്റെ സ്റ്റാറ്റസിൽ ഉണ്ടാച്ചിരി. എനിക്കൊരു അനുഭവം ഉണ്ട്. ഞാൻ വിംബിളില് ക്ലാസ് ജോയിൻ ചെയ്ത സമയത്ത് വിംബിളിന്റെ ജോയിൻ എന്ന് പറഞ്ഞിട്ട് വരുമ്പോ തന്നെ കയറും. വിംബിളിൽ മാത്രമേ ഞാനൊരു സംഭവം കണ്ടു. ജോയിൻ നട്ട് കയറും, ലിങ്ക് ഓപ്പൺ ജോയിൻ. പെട്ടെന്ന് ലിങ്ക് ഓപ്പൺ ജോയിൻ വന്ന് ഞാൻ കയറി. അപ്പോഴാണ് ഒരാൾ ക്ലാസ് എടുക്കുന്നത്. ആരാന്നൊന്നും ഞാൻ പറയില്ല, ജസ്റ്റ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞ കുട്ടികൾക്കാണ്. അഥവാ നമ്മുടെ നല്ല രീതി എഴുതാനാണെങ്കിൽ കുട്ടികൾ മാത്രമാണ് ക്ലാസ്സിലേക്ക് ഉണ്ട്. ഇപ്പൊ ഞാൻ പടച്ചോനെ പെട്ടല്ലോ, ഞാൻ അറിയാതെ കയറിപ്പോയതാണ്, അല്ലാതെ ഫ്രീ ക്ലാസ് കിട്ടും ഹാൻഡ് റൈറ്റ് നന്നാക്കുന്ന കയറിയതല്ല. അപ്പൊ ഞാൻ കയറി. അപ്പൊ തന്നെ ഞാൻ എന്താക്കി, ഞാൻ വെച്ച് അത് കേട്ടത് കൊണ്ടല്ല, ഇത് നമ്മുടെ ക്ലാസ് അല്ലല്ലേ, ഫൈസൽ സാർ അല്ലേ, എന്നിട്ട് ഞാൻ ലെഫ്റ്റ് അടിച്ചു. അപ്പൊ ഞാൻ സജനാമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല, എനിക്ക് ആളെ പേഴ്സണലി അറിയോ ഒന്നുമില്ല. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് സജന മാം എനിക്ക് മെസ്സേജ് അയക്കാണ്, നിങ്ങൾ എന്തെങ്കിലും ലെഫ്റ്റ് അടിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞല്ലാട്ടാ, നിങ്ങൾ ലെഫ്റ്റ് അടിക്കാൻ പറഞ്ഞതല്ല, ഇത് എല്ലാവർക്കും പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികളാണ് മെയിൻ ആയിട്ട് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. 30 ആകെ ടെൻഷനായി. ഞാൻ പറഞ്ഞു, ഞാൻ അതിനൊന്നല്ല ലെഫ്റ്റ് അടിച്ചു, ഇത് ഇന്റെ ക്ലാസ് അല്ലാതെ തോന്നുന്നു. കാരണം ഇന്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതായോണ്ടല്ല, വളരെ മോശമാണ്. ഇവിടെ വന്നിട്ട് അത് നന്നാവുന്നുള്ള പ്രതീക്ഷ ഇപ്പാണ് എനിക്ക് ഉണ്ടായത്. ആ സമയത്ത് എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ ലെഫ്റ്റ് ആയി. അപ്പൊ ആള് ടെൻഷൻ അടിച്ചു. എനിക്ക് ഇപ്പോഴും സജന മാമിന്റെ കാര്യം ആലോചിക്കുമ്പോൾ വരുന്ന ഒരു ആദ്യത്തെ ഒരു മെസ്സേജ്, ഇപ്പോഴും എന്റെ മൈൻഡിൽ ഒരു മെസ്സേജ്. കാരണം ആ ടോൺ അടക്കം, ജസ്റ്റ് ആ സജന പ്രശ്നമുണ്ടോ ടോൺ പറയുന്നതിന്? അതെ, നിങ്ങൾ എന്തിനാണ് ലെഫ്റ്റ് ആയത്? ഞാൻ അങ്ങനെ പറഞ്ഞതല്ലാട്ടാ, നിങ്ങൾ ഇരുന്നോളൂ, ഇത് എല്ലാവർക്കും പറ്റും, ഇത് ഓക്കെയാണ്, സംഭവം സെറ്റാണ്.
ഞാൻ പറഞ്ഞു ഞാൻ അതിനൊന്നല്ല മാം ലെഫ്റ്റ് ആയത്. ഞാൻ ഫൈസൽ സാറിന്റെ ക്ലാസ് ആണെന്ന് എഴുതി ട്രാവലിംഗിൽ ജസ്റ്റ് കാറിൽ ഓൺ ആക്കിയിട്ടതാണ്. പക്ഷെ ഇത് അതല്ലാത്തോണ്ട് ഞാൻ ലെഫ്റ്റ് ആയിരുന്നു. പക്ഷെ പുള്ളിക്കാരി പറയുകയും ചെയ്തു കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്, നിന്നെ പോലെ ഒരു മുതുക്കൻ കയറിയ സമയത്ത് പറഞ്ഞതാവും. അതെന്താണ് അതിന്റെ സത്യാവസ്ഥ അറിയില്ല. സോ അതെനിക്ക് എപ്പോഴും സജിന മാമിനെ കാണുമ്പോ പറയണ ഒരു അടിപൊളി ടോൺ അല്ലെ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മളെ ജാസ്മിൻ മാമിന്റെ തിരുവനന്തപുരം ഭാഷ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആവശ്യമുണ്ട് ഇതൊക്കെ. ഓക്കെ, ഇത് എനിക്കുണ്ടായൊരു മെമ്മറിയാണ്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും മെമ്മറി ഉണ്ടാവും. സോ നമ്മൾ ഇന്ന് പറഞ്ഞു വന്ന ലോഫിംഗ് തെറാപ്പി എന്ന് പറയുന്നത് ഇത് പുരാതന കാലത്തേ ഉള്ള ഒരു സംഭവമാണ്. പല ഗോത്രവർഗങ്ങളും ഒന്നിച്ചിരുന്ന് ചിരിക്കുന്നത്, അവർ തമാശകൾ പറയും. നമ്മൾ ആലോചിക്കുക, നമ്മുടെ പല വൈകുന്നേരങ്ങളും അല്ലെ, കൂട്ടുകുടുംബങ്ങളായിട്ടിരിക്കുന്ന പല വൈകുന്നേരങ്ങളും നമ്മൾ ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ചിരിക്കാറുണ്ടായിരുന്നു. ഇന്ന് പല സ്ഥലങ്ങളിൽ നമ്മുടെ വീടുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഒരാൾ റീൽസ് കാണും, മറ്റേ ഭാഗത്ത് കുട്ടിക്ക് പഠിക്കാൻ ഒരു മൊബൈൽ കൊടുത്ത് കുട്ടി അത് നോക്കി ഹോംവർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലെ. മറ്റൊരു ഭാഗത്ത് വേറൊരാൾ ഫോണിൽ. അങ്ങനെ എല്ലാവരും ഫോണിൽ ചിരിക്കാൻ സമയം ചിരിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയാം, ആരാന്റെ റീല് കണ്ട് നമ്മൾ ചിരിക്കും. എന്നാൽ കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം തമാശ പറഞ്ഞ് ചിരിക്കാനുള്ള പല മൊമെന്റ്സും നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലെ, ഒരുപാട് സംഭവം. ഞാൻ കഴിഞ്ഞ ദിവസം എന്താ പറയാ ഒരു യൂട്യൂബിൽ റീല് കണ്ടു, ഒരു ഷോർട്സ് ഉണ്ട്. അതിൽ എന്നിട്ട് ഒരു കുറെ ഗ്യാങ് ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്നു. ഒന്നുമില്ല, അതിന്റെ ഇതിനകത്ത് വീഡിയോ പോസ്റ്റ് ചെയ്തപ്പെട്ടത് ഇതുകൊണ്ടാണ് പല ഭർത്താക്കന്മാരും വരാൻ ലേറ്റ് ആവുന്നത് എന്ന് ഭാര്യമാർ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അതെന്ത് സംഭവം, ജസ്റ്റ് കാണാം. അപ്പൊ ഒരാള് തമാശ പറയുന്ന കൂട്ടുകാരൊക്കെ ചുറ്റിരിക്കുന്നു. ആള് പറഞ്ഞ തമാശ എന്താണെന്ന് അറിയോ, ആള് കുട്ടിയായിരിക്കുന്ന സമയത്ത് ആടെ ഉമ്മാടെ ഭർത്താവിന്റെ ഉമ്മ മരിച്ചു. അപ്പോ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു ഖുർആൻ ഓതുന്ന ഒരു പരിപാടി ഉണ്ട്, ഒരു യാസീൻ ഓതാന്നൊക്കെ പറയും. ഒരു മിനിറ്റ് ഒന്നുകൂടെ പറഞ്ഞു. പെശകില്ലേ? ആരാ വെച്ചത്? ഉമ്മയുടെ ഭർത്താവിന്റെ ഉമ്മ. അല്ല ഉമ്മേന്റെ സോറി അഥവാ ഉപ്പയുടെ ഉമ്മ. ഓക്കെ, അത് പറഞ്ഞാ പോലെ. ഉമ്മേടെ ഭർത്താവ് അല്ല, പറയാൻ പറ്റില്ലല്ലോ. സംഭവം വെറൈറ്റി ആയില്ലേ, ചിരിച്ചില്ലേ. അതാണ് ഇവിടെ ഉദ്ദേശം. ഇന്നത്തെ സബ്ജക്ട് ഇതായത് ഭാഗ്യ ലോബിങ് തറവ്, ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് നേർച്ചക്കോഴി ആയേനെ. മുസ്തഫ സാറിന് നമ്മളത്തുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. വേറെ ആരെങ്കിലും ചിലപ്പോ ഇന്നത്തെ ഉമ്മയുടെ ഭർത്താവ് ഉമ്മക്ക് വേറെ ഭർത്താവ് ഉണ്ടെന്നോ? നിങ്ങൾ വെറുതെ വിവാദം ഉണ്ടാക്കല്ലേ മനുഷ്യ. റോഫ് സാർ അത് പിടിച്ചിട്ട് ഇപ്പൊ തന്നെ പറയണം. ഭയ്യ ഗ്രൂപ്പിൽ പറഞ്ഞു കഴിഞ്ഞാല് പോകൂല. അപ്പൊ ഇപ്പൊ തന്നെ പറയണമെന്നാണ്. ഓക്കെ, ഏതായാലും ഉമ്മയുടെ ഭർത്താവല്ലല്ലോ, പിന്നെ ഭർത്താവിന്റെ ഉപ്പ. ഉപ്പ അഥവാ ഉപ്പ ഈ കുട്ടി ഇയാളുടെ ഗ്രാൻഡ് മദർ മരിച്ചു. ബാക്കി പറയൂ. ഗ്രാൻഡ് മദർ മരിച്ചു. അപ്പൊ യാസീൻ ഓതുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ മുസ്ലിം അറിയാലോ, എല്ലാ കമ്മ്യൂണിറ്റി ഓരോ സംഭവം ഉണ്ടാവും. അപ്പൊ ഇയാള് പറഞ്ഞത്, ഇയാളുടെ ഉമ്മ വന്നിട്ട് പറഞ്ഞ് പിന്നെ നീ യാസീൻ ഓതണം കണ്ടിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഓതി. എന്നിട്ട് എടാ പിന്നെ ഓതണമെന്ന് പറഞ്ഞു. പേടിച്ചു, കുട്ടിയല്ലേ. രണ്ടാമത് ഓതി. സംഭവം കളിക്കാൻ പോണം, ആൾക്ക് മരിച്ചോന്ന് വിഷയല്ലേ, ചെറിയ കുട്ടിയല്ലേ. മൂന്നാമത് വീണ്ടും ഓതാൻ പറഞ്ഞു. മൂന്നാമത് ഓതി. പേടിച്ചിട്ടാണ് ഓതുന്നത്. നാലാമത് ഓതാൻ പറഞ്ഞു. അപ്പോഴാണ് ഈ കുട്ടി നിന്ന് ഉമ്മശിനോട് പറഞ്ഞത്രേ, ഇത്രകാലം തെറ്റൊക്കെ ചെയ്തിട്ടുള്ളൂ മൂപ്പര്, ഇത്രയൊക്കെ മതി എന്ന്. അത് ചെയ്ത തെറ്റ് മാറ്റാനാണല്ലോ ഓതുന്നത്. അപ്പൊ പറഞ്ഞു ഇത്രയൊക്കെ തെറ്റേ ചെയ്തിട്ടുള്ളൂ അമ്മായി, അപ്പൊ ഇനി കുഴപ്പമൊന്നുമില്ല, മതി, മൂപ്പരൊക്കെ പോയിക്കോളും. അപ്പൊ നമ്മൾ പലപ്പോഴും ആ ഒരു ഗ്യാങ്ങിനെ കണ്ടപ്പോ എനിക്ക് അത് തമാശയല്ല മെയിനായിട്ട്, ശരിക്കും ആ ഒരു കോമഡി പറഞ്ഞപ്പോ ആ ചുറ്റുള്ളവരൊക്കെ ചിരിക്കാണ്. റോഫ് സാർ കണ്ടിട്ടില്ല, ഒരാൾ ഇങ്ങനെ ചിരിച്ചിങ്ങനെ അമ്മായി എന്നാണ് പറയുന്നതില്. അമ്മായി എന്നാ പറയുന്നത്. അപ്പൊ ഉമ്മാടെ അമ്മായി എന്ന് പറയുമ്പോ ഭർത്താവിന്റെ ഉമ്മ ആയിരിക്കുമല്ലോ അല്ലെ. പോട്ടെ, ഇനിയിപ്പോ പോണ്ട. ഞാൻ ഒന്നാമത് എനിക്ക് കല്യാണം കഴിച്ചില്ല, എനിക്ക് അത്ര ഒന്നും അറിയില്ല. ഉമ്മാടെ ഭർത്താവിന്റെ ഉമ്മ ആരാണെന്നോ എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ അവ കടക്കണ്ട. അതൊരു പബ്ലിസിറ്റി ആണെന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. ഇല്ല, ഞാൻ ഇതിനെ മാട്രിമോണി ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതെ അതെ, ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അതിനായിട്ട് ആ ഒരു സർക്കിൾ, ആ വീഡിയോ കണ്ടവർക്ക് അറിയാം, എല്ലാവരും ഒന്നിച്ചിരുന്ന് ചിരിക്കുകയാണ്. ഇത് പലപ്പോഴും നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ, ഫാമിലി ആയിട്ട് ഫുഡ് കഴിക്കാൻ പോയാല് എല്ലാ ഹോട്ടലിലും ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യും, ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ പ്ലേറ്റ് കൊണ്ടുവെക്കും. അപ്പൊ നമുക്ക് തോന്നും ഇപ്പൊ കൊണ്ടുവരും അല്ലെ, ഇപ്പൊ കിട്ടും. അതെന്തിനാന്നറിയോ? ഇപ്പൊ കിട്ടും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കിട്ടൂല. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യാന്നറിയോ? മൊബൈൽ എടുക്കും അല്ലെ. എന്നിട്ട് പരസ്പരം നമ്മൾ മൊബൈലായിട്ട് നോക്കും. നിങ്ങൾ നോക്കാറില്ല, നിങ്ങളൊക്കെ അടിപൊളിയാണ്, പരസ്പരം സംസാരിക്കുന്നവരാണ്. ഞാൻ വേറെ പലരെയാണ് ഞാൻ പറയുന്നത് കേട്ടോ അല്ലെ. അവർ ഇരുന്ന് മൊബൈൽ നോക്കിയിട്ട്
ചിരിക്കാനുള്ള അവസരം പോയി, സംസാരിക്കാനുള്ള അവസരം പോയി. അതും ഞാൻ റീൽ കണ്ടിരുന്നു. ഭക്ഷണം വന്നിട്ട് എന്തോ ചിക്കൻ ഫ്രൈയോ എന്തോ പ്ലേറ്റിലേക്ക് ഇങ്ങനെ തട്ടുന്ന പ്ലേറ്റ് പൊട്ടിപ്പോകുന്നത് നിങ്ങൾ കണ്ടിരുന്നോ? പ്ലേറ്റ് 3 കഷ്ണായി പോകുന്നത്. ഒരേ ചിരിയാണ് ആ ഗ്യാങ്. അതൊക്കെ ഉത്ഭവിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പരസ്പരം മുഖത്ത് നോക്കി സംസാരിക്കുമ്പോഴാണ് ആ ചിരി ഉത്ഭവിക്കുന്നത്. നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് അതാണ്. പലപ്പോഴും നമ്മൾ വിഷാദ രോഗത്തിലേക്ക് പോകുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊന്നല്ല. നമ്മുടെ ചുറ്റുപാട് അല്ലെങ്കിൽ നമ്മൾ ചിരിക്കാനുള്ള സമയങ്ങൾ കണ്ടെത്തുന്നില്ല, അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് മാത്രമാണ്. ഇതിനകത്ത് നമ്മൾ എത്ര പേര് ഇപ്പൊ ചിരിച്ചു? എത്ര പേര് ക്യാമറ ഓഫ് ചെയ്ത് ചിരിച്ചവരുണ്ടാവും? ഇനി ഇത് കണ്ടിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് പോലും ചിരി വരുന്നത്. എത്ര ആർട്ടിഫിഷ്യൽ ചിരിച്ച ആളാണെങ്കിലും അറ്റ്ലീസ്റ്റ് ലിഫ്ന മാമിന്റെ ചിരി കണ്ടിട്ടെങ്കിലും ചിരിക്കുന്നവരുണ്ടാവും, അല്ലെ? കാരണം ആള് ചിരിക്കുന്നു, അറിവ് വരുവോ? തിരിഞ്ഞു നോക്കുന്നു, ചിരിക്കുന്നു, തിരിഞ്ഞു നോക്കുന്നു, അല്ലെ? അത് കാണുമ്പോൾ ചിരിക്കുന്നവരുണ്ടാവും. അപ്പൊ നമ്മൾ ചിരിക്കാനുള്ള അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. നമ്മളെ മോർണിംഗ് സർക്കിൾ നമുക്കറിയാം, പലരും അതിനകത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മോർണിംഗ് സർക്കിൾ കാണുന്ന സമയത്ത് സത്യത്തിൽ ഇതിനകത്ത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ ഓരോരുത്തരുടെ മെസ്സേജ് കണ്ടുകഴിഞ്ഞാൽ ചിരിക്കും, അല്ലെ? പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞിട്ടും ഓരോ ദിവസവും നമ്മൾ മനോഹരാക്കുന്നു. നമ്മുടെ ദിവസങ്ങൾ മനോഹരാക്കുന്നത് നമ്മുടെ കയ്യിലാണ്. നമുക്ക് ഇന്നത്തെ പ്രഭാതം ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം തന്നിട്ടുണ്ട്, ജീവിക്കാനുള്ള അവസരം നമുക്ക് തന്നു. ഇനി ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട നമ്മളാണ്. അവസരം നമുക്ക് ദൈവം തന്നിട്ടുണ്ട് അല്ലെങ്കിൽ പ്രപഞ്ചം തന്നിട്ടുണ്ട്. ഇനി ജീവിച്ച് കാണിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളാണ്. അത് കരഞ്ഞിട്ട് ജീവിക്കണോ, ചിരിച്ചുകൊണ്ട് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ജീവിക്കണോ എന്ന് തീരുമാനിക്കേണ്ടതും നമ്മളാണ്. ചുറ്റുമുള്ള സൊസൈറ്റിയെ നോക്കിയിട്ട് സൊസൈറ്റി നമ്മളെ എങ്ങനെ വിലയിരുത്തുന്നു നോക്കിയിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ജീവിത അവസാനം വരെ സൊസൈറ്റിയുടെ ജഡ്ജ്മെന്റിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. എനിക്കൊരു നിലപാട് ഉണ്ടായിരിക്കണം, എന്തായിരിക്കും, എങ്ങനെ ആയിരിക്കണം എന്ന്. ആരെങ്കിലും കേട്ടാൽ വിചാരിക്കും അങ്ങനെ ഇന്നലെ വരെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം തന്നെ ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു, വീട്ടുകാരോടൊക്കെ പറയണമെന്ന്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാണ്. എങ്ങനെ ഉണ്ടായിരുന്ന എഫക്റ്റ് നമ്മുടെ ലോഫർ ലാബ്? സാർ ഞാനൊന്ന് ലെഫ്റ്റ് ആവട്ടെ, മീറ്റിംഗ് ഉണ്ട്. ഓക്കെ ശരി. ഓക്കെ, താങ്ക് യു. നല്ല പരിപാടിയായിരുന്നു. പക്ഷെ പറയാൻ സമയമല്ല, ഞാൻ പോവാണ്. ഓക്കെ ശരി, താങ്ക് യു. നല്ലായിരുന്നു sir. എനിക്ക് പറയാനുണ്ട്. ആരാത്? മോർണിംഗ് സർക്കിളിൽ കയറിയിട്ട് കുറച്ചു കാലമായി. ഇന്ന് ഇപ്പൊ ഞാന് ലിങ്കും ഇല്ല എന്റെ കയ്യില്. ജാസ്മിൻ മാമിന്റെ കോള് വന്ന ഇടക്ക് എന്താ നോക്കിയപ്പം ലിങ്ക് ഇല്ലാന്ന്. അതെ, ജാഹിറിന്റെ ക്ലാസ് ആയതുകൊണ്ട് ഒന്ന് കയറിയതാണ്. കയറിയിട്ട് കുറെ കാലമായി. ഇപ്പോഴും ബിസിയാണ്. കിച്ചണില് 2 അടുപ്പിൽ ഇങ്ങനെ വേവിച്ചോണ്ടിരിക്കുക, ഒരു കയ്യില് മൊബൈലും. നല്ല മാം ചിരിച്ചോ? അതാണ് നമുക്ക് അറിയണ്ടേ. നല്ല ക്ലാസ് ആയിരുന്നു. നല്ല അടിപൊളി സംഭവമായിരുന്നു. ഒറ്റയ്ക്ക് കുറച്ച് ചിരിച്ചു, കുക്ക് ചെയ്ത് ചിരിച്ചു കുക്ക് ചെയ്ത് എന്തായിന്ന് അറിയില്ല ഇന്നിപ്പൊ ഇന്നത്തെ കാര്യം. നല്ല ടേസ്റ്റ്. അതിന് കമ്പനി ഉത്തരവാദിയല്ല കേട്ടോ, ഉപ്പൊക്കെ മാറി കൂടിയിട്ടെങ്കിലും. ഞാൻ വന്ന് വലിഞ്ഞ് കയറിയതാണേ. ഇനി എന്തുണ്ടായാലും ഞാൻ തന്നെ സഹിക്കണം. വലിഞ്ഞ് കയറിയെന്നായോ? അതെ, ചോദിച്ചു വാങ്ങിച്ചു വന്ന് കയറിയതാ. അടിപൊളി ക്ലാസ് ആയിരുന്നു. കുറച്ച് ചിരിക്കും, മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റി അല്ലെ ഈ ടെൻഷനിലും. താങ്ക് യു. അപ്പോഴേ ഞാനില്ലേ ഒരു കാര്യം പറയട്ടെ. ഞങ്ങളുടെ ഇവിടെ അടുത്ത് സ്റ്റേഡിയത്തിന്റെ അടുത്ത് രാവിലെ ഒരുപാട് പേര് നടക്കാൻ വരും. അപ്പൊ ഒരു ഗ്യാങ് ഉണ്ട്, വട്ടത്തിരുന്ന് കുറച്ച് പ്രായവരൊക്കെ ഉറക്കം ഇങ്ങനെ അട്ടഹസിച്ചിരിക്കും. ആദ്യമൊക്കെ ഞാൻ ഒരു ദൈവം ഇവർക്ക് വട്ടാണോ, നമുക്ക് കണ്ട പേടിയാവും, നമുക്ക് ഓടി രക്ഷപ്പെടാൻ. അവര് മനഃപൂർവ്വം ചിരിക്കുന്നു, ഉറക്കം ഇങ്ങനെ ശ്വാസകോശമൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അതാ എനിക്ക് ഓർമ്മ വന്ന് ഇത് കണ്ടപ്പോഴേ. നമുക്കൊരു ഓഫ്ലൈൻ സെഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അടിപൊളി സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ കയ്യിലുണ്ട്. ട്രിവാൻഡ്രത്തായിരുന്ന സമയത്ത് അവിടെ ഒരു ചിരി ക്ലബ് ഉണ്ടായിരുന്നു. അത് നമ്മളല്ല, ഞാൻ പോയാറില്ല. കുറച്ച് പ്രായമായ ആളുകൾ, അവര് എല്ലാ ദിവസവും എക്സസൈസിന് പകരം അവര് ചിരിക്കുകയായി. പ്രായമായെന്ന് വെച്ചാൽ ഈ റിട്ടയറൊക്കെ ആയ ആളുകളുടെ ഒരു ചിരി ക്ലബ്. ഇതിനകത്ത് എക്സസൈസ് ഉണ്ട് റോഫ് സാർ. എക്സസൈസ് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അവർക്കൊരു ഇതുണ്ട്, മീൻസ് എന്താ പറയാ, ഇൻസ്ട്രക്ടറും ഉണ്ട്. ഈ പറഞ്ഞ പോലെ അതിനനുസരിച്ചാണ് ചിരിക്കുക. ഒരു തെറാപ്പിയാ അങ്ങനെ. നേരത്തെ ആരോ മൈക്ക് എടുത്തല്ലോ, ആയിട്ടുള്ള ഒരു ചിരി തെറാപ്പി ഉണ്ട്. അതിപ്പോ പബ്ലിക്കിൽ പറയുന്നില്ല, ഞാൻ ഗ്രൂപ്പിൽ ഇടാം, നിങ്ങൾക്ക് പരസ്പരം ഷെയർ ചെയ്യാം. ഓക്കെ മാം, താങ്ക് യു. ആ മൈക്ക് എടുത്ത ആളൊന്ന് പറയാമോ? അൻസാർ അബ്ബാസ്. ഒരു കാര്യം പറയാം.
ഓക്കെ വളരെ ഓക്കെ അടിപൊളി ഓക്കെ. ക്ലാസ് ആയിരുന്നു. സൂപ്പർ. താങ്ക് യു. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കുലുങ്ങിച്ചിരി പറഞ്ഞ കൂട്ടത്തില് നമ്മ ഇരുന്നിട്ട് സാർ ചോദിച്ചു, ഇപ്പൊ റോസ് സാർ പറഞ്ഞല്ലോ മൊത്തത്തിൽ ഇപ്പൊ കാണിക്കാൻ പറ്റില്ലാന്ന്. പക്ഷെ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട് ബെഞ്ചിൽ ഈ ഒരൊറ്റത്തിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവള് ചിരിക്കുമ്പോ മൊത്തത്തിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് ചിരിക്കുക. അതായത് ഇരിക്കുന്നിടത്തുനിന്ന് വരെ അപ്പൊ എഴുന്നേറ്റ്. നിങ്ങള് ആ സാർ ഏത് ചിരി ഭാഗത്തായിരുന്നേ അപ്പൊ? അല്ല, ഞാൻ സെക്കൻഡ് ബെഞ്ചിലായിരുന്നു. പക്ഷെ ഞാൻ ചോദിക്കണേ, ആ ചിരി കുലുങ്ങിച്ചിരിയിൽ പെടുമെന്നുണ്ട് ചോദ്യം. കുലുങ്ങിച്ചിരിയിലല്ല, നമ്മുടെ ബോഡി ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയാ ഇളകാതെ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ ഇരുന്ന് ചിരിച്ചോണ്ട് കാര്യമുണ്ട്. ബോഡി ഒന്ന് ഇളകുക, അത് എങ്ങനെ വേണമെങ്കിൽ ചിരിക്കാം. നമ്മൾ അതിനൊരു പേര് കൊടുക്കണമല്ലോ. അതെ, അപ്പൊ അത് കുലുങ്ങിച്ചിരിയിൽ കൂട്ടണോ അല്ലേ നമ്മ? സാറ് കുലുങ്ങിച്ചിരി പറഞ്ഞപ്പോഴേ ഇരുന്നപ്പോ ഇങ്ങനെ മേൽഭാഗം മാത്രമേ കുലുങ്ങുള്ളൂ. അല്ലല്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. നമുക്ക് ഒരു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അൻസാർ സാറായിട്ട് നല്ല ബന്ധം. സാർ അപ്പോ ആ റോയിൽ തന്നെ ബാക്കിലാണോ ഇരുന്നിരുന്നത്, അല്ല ഇപ്പുറത്തെ സൈഡിൽ അപ്പുറത്തെ ചിരി നോക്കാനിരുന്നാണോ? അല്ല, സെക്കൻഡ് ബെഞ്ചില് ഫസ്റ്റ് ആണ് ഞാൻ ഇരിക്കുന്നത്. ആ കുട്ടി ഫസ്റ്റ് ബെഞ്ചില് ഫസ്റ്റ് ആണ് ഇരിക്കുന്നത്. അപ്പൊ ചിരിക്കുമ്പോ നിങ്ങൾ മൊത്തം കളിയാക്കണത് അങ്ങനെ പറഞ്ഞിട്ടാണ്. അതിന്റെ ചിരി മൊത്തം ഫേമസ് ആണ്, ക്ലാസ്സിൽ ഫേമസാ. അങ്ങനെ അപ്പൊ അയാൾ ഇന്ന് ഓർത്തെടുത്തല്ലോ. അതെ, അവിടെ ഇരുന്ന് വളരെ അടിപൊളി ക്ലാസ് ആയിരുന്നു. നന്നായിട്ട് ചിരിച്ചു. ഞാൻ വണ്ടി ഓടിക്കുന്ന നേരണ്ടാണ് അൺമ്യൂട്ട് ആക്കാതിരുന്നത്. അപ്പൊ നോയ്സ് മറ്റുള്ളവർക്ക്, അപ്പൊ ചിരി പുറത്തേക്ക് വരില്ലല്ലോ എല്ലാവരും. അതുകൊണ്ടായിരുന്നു. ഞാൻ അടിപൊളിയായിട്ട് ചിരിച്ചു. വെരി ഗുഡ് ക്ലാസ്. ചിരിച്ചോണ്ട് വണ്ടി ഓടിച്ചു അല്ലേ? അതെ അതെ. എനിക്ക് തോന്നുന്നത് വീഡിയോ ഓൺ ആക്കി ചിരിക്കുന്നവർക്ക് കൂടുതൽ എഫക്റ്റഡ് ആയിട്ടുണ്ടാവാൻ തോന്നുന്നത്. ആണോ? Thank you so much. Actually, it was a really heartwarming and refreshing session. മടുത്ത് ചിരിച്ചിരിച്ച് കൊറേ ചിരിച്ചിട്ടില്ല രാവിലെ. അതെ, ബോഡി സർക്കിൾ കുറച്ച് ബാക്കി വെക്കണം. കല്ലെങ്കിലും വന്നോ? താങ്ക് യു സോ മച്ച്. ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. ആയിരുന്നു. അപ്പൊ ഞാൻ ലെഫ്റ്റ് ആവാണ് കേട്ടോ. എനിക്ക് 7:40 ആകുമ്പോഴേക്കും പോകണം. ഞാൻ ഇത്രയും സമയം ഇരിക്കാറില്ല. ഇന്നത്തെ ലോക്കിംഗ് താങ്ക് യു സോ മച്ച്. ഞാൻ ഫീഡ്ബാക്ക് പിന്നെ ചെയ്യേണ്ടത്. സജന മാം എങ്ങനെ ഉണ്ടായിരുന്നു? സജന മാം ഞാനായിട്ട് പ്ലാൻ ചെയ്ത് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കൊടുത്താൽ ഒരു പരീക്ഷണ രൂപത്തിൽ ഓഫ്ലൈൻ ആയിട്ട് കൊടുക്കാൻ എന്തായാലും ഞാൻ തീരുമാനിച്ചിരുന്നു ഒരു ടീമിന്. അപ്പൊ നമ്മിങ്ങനെ കൊടുത്താലോ എന്ന് സജന മാം ആയിട്ടാണ് ചർച്ച ചെയ്തത്. അതിനാണ് അടിപൊളിയാവും കൊടുത്തോന്ന് പറഞ്ഞു. നല്ലതായിരുന്നു സാർ. ഇത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ട് ചിരിച്ചത് ആദ്യമായിട്ടാണ്. അത് മതി, നമുക്ക് ചിരിക്കണം. അല്ല, മാം പറഞ്ഞ അതേ ടൂണിൽ തന്നെ ഒന്ന് പറയാൻ പറ്റുമോ? അത് ഞാൻ എടുക്കാന്ന് പറയുമ്പോ സജന മാം അഡ്മിനാണല്ലോ, ഡിലീറ്റ് ചെയ്യും. ആരെങ്കിലും ഉണ്ടോ? ഞാൻ എന്റെ മെസ്സേജ് കാണുന്നില്ലല്ലോ, ഡിലീറ്റഡ് ആണ്. അല്ല, അത് നമ്മള് എല്ലാവർക്കും മനസ്സിലാവണമെന്നല്ലേ, നമുക്കൊരു ട്രെയിനേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് സജന മാം ഒരു ഉച്ചരൊക്കെ ആവുമ്പം ഹായ് വിട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം ക്ലാസ് എടുക്കാനുള്ള ആള് മുങ്ങിയതാണ്. അതെ അതെ. ഒരു ഹായ് വരും, ഒരു ഉച്ചരൊക്കെ ആവുമ്പോ ഒരാള് പറഞ്ഞു കേട്ടോ. ഉച്ചരൊക്കെ ആവുമ്പോഴാണ് അങ്ങനെ പറയാറുണ്ട്. ഉച്ച മുക്കാല് എല്ലാം പറയാറുണ്ട്. ഉച്ചര എന്ന് പറഞ്ഞാൽ ഒരു സമയമില്ലാത്ത സമയം. മനസ്സിലായി. ഒരു 12-12:30 അത് തന്നെ. അത് മനസ്സിലായി. പക്ഷെ പ്രയോഗം ആദ്യമായിട്ട്. സമയം എത്രയായി? ഓഫീസൊക്കെ ഞാൻ മറന്ന് ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു. മന്ത് ലാസ്റ്റ് ആയതുകൊണ്ട് ഇന്നിപ്പോ പകലെല്ലാരും ഓർത്തോർത്ത് ചിരിക്കുമായിരിക്കും അല്ലെ? സാറിന് മിമിക്രി പഠിപ്പിച്ചു കൊടുത്ത ഞാനാണേ. അതെന്താണെന്ന് കൂടി ഞാൻ പറയാം. കിഡ്നിയും ഇല്ല, എന്തൊരാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ജാസ്മിൻ മാം ഓൾറെഡി എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് നമ്മുടെ ട്രെയിനേഴ്സ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ ജാസ്മിൻ മാം ഒരു മെസ്സേജ് അയച്ചു. സത്യത്തിൽ വേറൊരാളെ ഇമിറ്റേറ്റ്, ആളൊന്നും ഞാൻ പറയണില്ല, ഇമിറ്റേറ്റ് ചെയ്ത് സത്യം ഞാൻ വണ്ടി ഓടിച്ചിരിക്കുമ്പോൾ അത് കേട്ടത്. ഞാൻ എന്നിട്ട് സൈഡ് ആക്കിയിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ചിരിച്ചിട്ടാണെങ്കിൽ എനിക്ക് വയറൊക്കെ ഇങ്ങനെ പിടിച്ച പോലെ. സത്യം കറക്റ്റ് ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ആളയച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ പഠിക്കും.
അല്ലെ? ജാസ്മിൻ മാം ചില സമയത്ത് നോർമലി സംസാരിക്കും, ചില സമയത്ത് പറയും എന്തിനും ഇത് ഒരാൾ വരണില്ലല്ലേ, അല്ലെ? എന്നിട്ട് പറയും ഞാൻ അങ്ങനെയൊന്നല്ല സംസാരിക്കുന്നത്, ഞാൻ നല്ല അച്ചടി ഭാഷ സംസാരിക്കുന്നത്. ഞാൻ അത് കഴിഞ്ഞ പാട് എന്താക്കും, ഞാൻ പറഞ്ഞു ഞാൻ സജ്ന മാമിനെയും ജാസ്മിൻ മാമിനെയും രണ്ടാളെയും ഞാൻ പഠിക്കും, കാരണം എനിക്ക് ആ സ്ലാങ് കിട്ടണം, ഞാൻ അത് പഠിക്കുന്ന പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ സജ്ന മാമിന്റെ സമ്മതത്തോടു കൂടി എന്റെ സ്ലാങ് ഒക്കെ അവൻ തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ മര്യാദക്ക് സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷയെ കൂതറയാക്കി എന്റെ വൃത്തികെട്ട സ്ലാങ്ങിനെ തിരിച്ചു കൊണ്ടുവന്നു. കേട്ടോ, കേൾക്കുന്നുണ്ടോ എന്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നലെ ഫോൺ ചെയ്തു. അതിന് ഉത്തമ ഉദാഹരണം ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഇന്നലെ ഫോൺ ചെയ്തിട്ട് ഒരു വിഷയം സംസാരിക്കുമ്പോ ആരോ എവിടെ പോകുന്നു ചോദിച്ചു. അപ്പൊ ജാസ്മിൻ തിരിച്ചൊരു മറുപടി പറഞ്ഞിരുന്നു. സുരാജിന്റെ ആ ഒരു ഇമോജി നിങ്ങൾ ആലോചിക്കാം, അതന്നെയാണ്. നീ എന്തരടേ എന്നെ നാണം കെടുത്തോ? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്താണെന്ന്. അച്ചടി ഭാഷ കേൾക്കണമെങ്കിൽ ഇതൊക്കെ കേട്ടോ എല്ലാരും. അപ്പോ ഏതായാലും എന്താ പറയാ, ടൈം ഏകദേശം 1 മണിക്കൂറും കഴിഞ്ഞു, 5 മിനിറ്റ് ആയി. ഈ ഒരു ക്രെഡിറ്റ് പലപ്പോഴും അർച്ചന മാമിനായിരുന്നു. ഇനി അത് എന്താ പറയാ, എന്റെ ടൈമൊക്കെ എന്റെ ഇതൊക്കെ തട്ടിയെടുത്തു. അതെ, ഞാൻ ഏതായാലും അത് പോവാണ്. എന്തായാലും ചിരിച്ചുകൊണ്ടുള്ള മുഖം ആദ്യ അവസാനം വരെ നിലനിർത്തി തന്നു. എനിവേ താങ്ക് യു. നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. ബൈ. താങ്ക് യു. താങ്ക് യു സാർ.